Okay, coming back. Sorry for the interruption. Okay, ചെറിയൊരു പവർ ഫെയിലർ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കതിൻ്റെ കണ്ടിന്യൂഷൻ നോക്കാം. അപ്പം ഞാനിപ്പോൾ ഈ കമൻറ്റ് നോക്കുന്ന സമയത്ത് കുറച്ച് കുട്ടികൾ പറഞ്ഞു, സാർ ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ് ക്വസ്റ്റ്യനാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, എപ്പോഴും ഒരു JEE അഡ്വാൻസ് പേപ്പർ സെറ്റ് ചെയ്യുമ്പം അതിനകത്ത് ക്വസ്റ്റ്യൻസ് മിക്സ്ഡ് ലെവലായിരിക്കും. ഇതിൽ നിങ്ങളുടെ ഏരിയ മേ ബി ഫോർ സർട്ടൺ സ്റ്റുഡൻസ് ഈ ക്വസ്റ്റ്യൻസ് അവർ പ്രാക്ടീസ് ചെയ്തതുകൊണ്ട് വളരെ എളുപ്പമായിരിക്കാം, ഇതേ മോഡലിൽ കൂടെ അവർ കടന്നു പോയിട്ടുണ്ടാകാം. നിങ്ങളുടെ ഏരിയ, ഓക്കെ, നിങ്ങളുടെ ആ ഒരു പ്ലേ ഗ്രൗണ്ട് ഏതാണെന്ന് വ്യക്തമായ ഐഡിയ നിങ്ങൾക്ക് വേണം, ഏത് ക്വസ്റ്റ്യൻ എങ്ങനെ അറ്റൻഡ് ചെയ്യാമെന്ന്. അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യനും നമ്മൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. മേ ബി നിങ്ങൾക്കിത് ലാസ്റ്റ് ടൈമിൽ വെക്കാം. ഇതിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വേഗം ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ കുറച്ച് സമയം എടുക്കുന്നത് വളരെ ഡീറ്റെയിൽഡായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അനാലിസിസ് നടത്തുന്നത് കൊണ്ടാണ്. നിങ്ങൾക്കത് ഫാസ്റ്റായിട്ട് തന്നെ ചെയ്തു പോകാം. പിന്നീട് ഈ ബോർഡിൻ്റെ ഒരു പരിമിതിയും നമുക്ക് എന്ത് ചെയ്യുന്നു, നമുക്ക് ആ ഒരു സ്ലൈഡ് സെറ്റ് ചെയ്തപ്പോൾ ഉള്ളൊരു പരിമിതി കാരണം നമ്മളത് ഇറേസ് ചെയ്യുന്നതൊക്കെ ഒരു ടൈം എടുക്കുന്നുണ്ടെന്നല്ലാതെ ഒറ്റപ്പോട് സമയമൊന്നും വേണ്ട. നിങ്ങൾക്കിത് പരിചയമാണെങ്കിൽ, നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഡു ദിസ് തിങ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ ഫ്രിക്ഷൻ ഫോഴ്സിൻ്റെ വാല്യൂ നമുക്ക് mg/3√2 എന്ന് കിട്ടി, ശരിയല്ലേ? നമുക്ക് വേണ്ടത് എന്താണ്? ആക്സിലറേഷൻ ഓഫ് ദ വെഡ്ജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ആക്സിലറേഷൻ ഓഫ് ദ വെഡ്ജ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് കുറച്ചുകൂടെ റൈസ് ചെയ്യാം. ആക്സിലറേഷൻ ഓഫ് ദ വെഡ്ജ് കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിനകത്ത് ഫ്രിക്ഷൻ്റെ വില നമുക്ക് mg/3√2 സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക ഈസ് ഈക്വൽ ടു m × a/√2, ശരിയല്ലേ? √2 ക്യാൻസൽ ചെയ്യാം, m ആൻഡ് m ക്യാൻസൽ ചെയ്യാം. ആക്സിലറേഷൻ്റെ വില നിങ്ങൾക്ക് കിട്ടുന്നു g/3, ശരിയല്ലേ? നോക്കൂ, g/3. അപ്പം വെഡ്ജിൻ്റെ ആക്സിലറേഷൻ g/3 എന്ന് പറയുന്ന ഓപ്ഷൻ എ ശരിയാണ്. ഒരു സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂഷനായിട്ട് അതെല്ലാം നിങ്ങൾക്ക് കിട്ടിക്കോളും. ഓക്കെ, ദെൻ ലിസൺ ഹിയർ. ഇനി നമുക്ക് എളുപ്പമാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട്. രണ്ടാമത്തെ എന്താ ചോദിച്ചിരിക്കുന്നത്? മിനിമം വാല്യൂ ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ വെഡ്ജ് ആൻഡ് സിലിണ്ടർ ചോദിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ നിങ്ങൾക്കറിയാം, ഫ്രിക്ഷൻ നിങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ അതാണ്ട് ഈ ഒരു ഏരിയയിൽ ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന ഫ്രിക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ദർ മസ്റ്റ് ബി എ നോർമൽ റിയാക്ഷൻ, അല്ലേ? ഫ്രിക്ഷൻ കാൽക്കുലേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് അവിടുത്തെ കോൺടാക്ട് ഫോഴ്സ് അറിയണം. അപ്പോൾ നമുക്ക് ഫ്രിക്ഷനും കോൺടാക്ട് ഫോഴ്സും തമ്മിലുള്ള റിലേഷൻ എഴുതിയിട്ട് വേണം ഇത് സോൾവ് ചെയ്യാനായിട്ട്. ഇത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്ത് പോകാമെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഇക്വേഷൻ നമ്പർ 1 നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നോർമൽ റിയാക്ഷനും ഫ്രിക്ഷനും MAയും തമ്മിൽ റിലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ നമ്മൾ ഈ ഒരു കോർണറിൽ എഴുതിയിട്ടുള്ള ഇക്വേഷൻ നോക്കൂ. MA/√2 ആണ് F എങ്കിൽ MAയ്ക്ക് പകരം എനിക്ക് എന്തെഴുതാം? അല്ലെങ്കിൽ നമുക്ക് എന്താ എഴുതാം? എഫിൻ്റെ ടേംസിലല്ല എഴുതേണ്ടത്. MAയ്ക്ക് പകരം √2F എന്ന് എഴുതാം, ശരിയല്ലേ? സോ MAയ്ക്ക് പകരം നിങ്ങൾക്കിവിടെ √2F സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. എല്ലായിടത്തും √2F കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? n-f എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 2F എന്ന് വരും. അപ്പോൾ n-ൻ്റെ വില എന്ത് വന്നു? n-ൻ്റെ വില 3F എന്ന് വന്നു. നമുക്കറിയാം ഫ്രിക്ഷൻ ആൻഡ് നോർമൽ റിയാക്ഷൻ നമ്മൾ റിലേറ്റ് ചെയ്യുന്നത് F ഈസ് ഈക്വൽ ടു μn എന്നാണ്, ശരിയല്ലേ? ഇവിടെ നമ്മൾ F ഈസ് ഈക്വൽ ടു μn എന്ന് എഴുതുമ്പോൾ ഈ 3 ഇപ്പുറത്ത് വരും കോഎഫിഷ്യൻ്റ് ആയിട്ട്. അപ്പോൾ മ്യൂവിൻ്റെ വില 1/3 ആണ്. ഇത് മ്യൂവിൻ്റെ മിനിമം വാല്യൂ ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഇവിടെ ഫ്രിക്ഷൻ ഈസ് സഫിഷ്യൻ്റ് ആണ്, അല്ലേ? ജസ്റ്റ് ആ സ്ലിപ്പിംഗ് പ്രോസസ്സിന് വേണ്ടിയുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദിസ് ഈസ് മ്യൂ മിനിമ. ഈ മ്യൂ മിനിമയുടെ വില എത്ര വരും? പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോക്കി തന്നെ പറയാം. ഇതിൽ നിന്ന് 1/3 ആണ്. റീഅറേഞ്ച് ചെയ്ത് എഴുതാം, സമയം കളയേണ്ട. സ്ലിപ്പിംഗ് ഇല്ലാതെ അതിന് റോൾ ചെയ്യാൻ വേണ്ട മിനിമം വില 1/3 എന്ന് പറയുന്ന ഓപ്ഷൻ
ഡി ശരിയാണ്. മിനിമം വാല്യൂ ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ വെഡ്ജ് ആൻഡ് സിലിണ്ടർ ഫോർ റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ് ഈസ് 1/2 എന്ന് പറയുന്ന ഓപ്ഷൻ സി റോങ് ആണ്. അപ്പോൾ 1/3 ആണ് വേണ്ടത്. ഓക്കെ, ദെൻ ഡി എന്ന് പറയുന്ന സംഭവം, ഡി എന്ന് പറയുന്നത് നോക്കുക, എം ഇസ് ഈക്വൽ ടു 3√2 കിലോഗ്രാം ആണെങ്കിൽ കോണ്ടാക്ട് ഫോഴ്സ് ബിറ്റ്വീൻ സിലിണ്ടർ ആൻഡ് വെഡ്ജ് 100 ന്യൂട്ടൺ ആണെന്ന്. ഫ്രിക്ഷനും നോർമൽ റിയാക്ഷനും ഉണ്ട്. അപ്പോൾ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ വെക്ടർ സം ആയിരിക്കും, ബിക്കോസ് ഇത് രണ്ടും കോണ്ടാക്ട് ഫോഴ്സ് ആണ്. നെറ്റ് കോണ്ടാക്ട് ഫോഴ്സ് ഇസ് ദ വെക്ടർ സം ഓഫ് ദീസ് ടു തിങ്സ്. 90 ഡിഗ്രിയിലായിരിക്കും ഫ്രിക്ഷനും നോർമൽ റിയാക്ഷനും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കോണ്ടാക്ട് ഫോഴ്സ് എന്തെഴുതാം നിങ്ങൾക്ക്? ടോട്ടൽ കോണ്ടാക്ട് ഫോഴ്സ്, വാട്ട് യു ക്യാൻ റൈറ്റ്? The contact force is square root of f square plus n square. ശരിയല്ലേ? എന്നിൻ്റെ വില 3f എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ n സ്ക്വയർ 9f സ്ക്വയർ ആകും. സോ നിങ്ങളത് സോൾവ് ചെയ്യുമ്പം 10f സ്ക്വയർ റൂട്ട് 10 ടൈംസ് ഓഫ് എഫ് എന്ന് വരും. ഇതാണ് നെറ്റ് കോണ്ടാക്ട് ഫോഴ്സ്. ഇത് റൂട്ട് 10 ടൈംസ് ഓഫ് എഫിൻ്റെ വില, ഫ്രിക്ഷൻ ഫോഴ്സിൻ്റെ വില നിങ്ങൾ ഇതാണ്ട് എം ജിയുടെ ടേമിൽ ഇവിടെ എഴുതി വെച്ചിട്ടില്ലേ, mg/3√2. ശരിയല്ലേ? ഇവരെന്താ ആവശ്യപ്പെട്ടിരിക്കുന്നത്? എമ്മിൻ്റെ വില 3√20 ആവുകയാണെങ്കിൽ കോണ്ടാക്ട് ഫോഴ്സ് 100 ആണോ എന്നാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കൊടുക്കാം വാല്യൂസ്. എമ്മിൻ്റെ വില റൂട്ട് 10 ഇൻറ്റു വാട്ട് ഈസ് വാല്യൂ ഓഫ് എം? 3√20. ജിയുടെ വില നമുക്ക് 10 എന്നെടുക്കാം. ശരിയല്ലേ? ഡിവൈഡഡ് ബൈ 3√2. 3 ക്യാൻസൽ ചെയ്യാം. ഇതിൽ നിന്ന് √2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് 10 വരും. സോ റൂട്ട് 10 ഇൻറ്റു റൂട്ട് 10 ഈസ് 10 ഇൻറ്റു 10 ഈസ് 100. ശരിയാണ്, 100 ന്യൂട്ടൺ ആണ് ഈ പറയുന്ന എമ്മിൻ്റെ വിലയ്ക്ക്. അപ്പം ഡിയും ശരിയാണ്. ഓപ്ഷൻ എയും ബിയും ഡിയും കറക്റ്റ് ആൻസറാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ചോദ്യത്തിൽ 3 ഓപ്ഷൻസ് ശരിയായിട്ട് വന്നു. പ്രീവിയസ് ചെയ്ത ക്വസ്റ്റ്യനെ കാട്ടി അല്പം ടൈം കൺസ്യൂമിംഗ് ആണ്. ബട്ട് നിങ്ങളുടെ റാങ്ക് ഡിസൈഡ് ചെയ്യുന്നതിന് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 9 പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 9 എന്താണ് ചോദിച്ചിരിക്കുന്നത്? എ സർട്ടൻ എമൗണ്ട് ഓഫ് ആൻ ഐഡിയൽ മോണോഅറ്റോമിക് ഗ്യാസ് അണ്ടർഗോസ് എ തെർമോഡൈനാമിക് പ്രോസസ് സച്ച് ആസ് Vt സ്ക്വയർ ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇവിടെ പർട്ടിക്കുലർ ഒരു തെർമോഡൈനാമിക് പ്രോസസ്സ് പറഞ്ഞിട്ടുണ്ട്. V ഇൻറ്റു ടി സ്ക്വയർ ഈസ് കോൺസ്റ്റൻ്റ് എന്ന്. ശരിയല്ലേ? V ഈസ് ദ വോളിയം, T ഈസ് ദ ടെമ്പറേച്ചർ. ഇനി നമുക്ക് കുറച്ച് ഡേറ്റാസ് അവർ ചോദിച്ചിട്ടുണ്ട്. വെൻ ഹീറ്റ് ഈസ് സപ്ലൈഡ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമോ, വെൻ ഹീറ്റ് ഈസ് സപ്ലൈഡ് ടെമ്പറേച്ചർ ഡിക്രീസസ്. ഈ 2 ഓപ്ഷൻസിനകത്ത് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു ഇക്വേഷൻ സാധാരണഗതിയിൽ നമ്മൾ തെർമോഡൈനാമിക്സിൽ പഠിച്ചിരിക്കുന്ന ഐസോതെർമൽ, അഡയാബാറ്റിക്, അതേപോലെ ഐസോകോറിക്, ഐസോബാറിക് ഇക്വേഷനുകളുടെ ഇക്വേഷൻ ഫോർമാറ്റിലല്ല. ഇങ്ങനെയുള്ള സിസ്റ്റത്തിനെ നമുക്ക്, ഇങ്ങനെയുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തെർമോഡൈനാമിക് പ്രോസസ്സിനെ നമുക്ക് പോളിട്രോപ്പിക് പ്രോസസ്സ് എന്ന് വിളിക്കാം. പോളിട്രോപ്പിക് പ്രോസസ്സിൻ്റെ ജനറൽ ഇക്വേഷൻ നമുക്ക് P ഇൻറ്റു V പവർ എക്സ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്നുള്ള ഫോർമാറ്റിൽ എഴുതാം. എക്സിന് നമുക്ക് ഗാമ കൊടുക്കേണ്ട ആവശ്യമില്ല. എക്സ് ഗാമയാകുമ്പോഴത്തേക്ക് അഡയാബാറ്റിക് ഇക്വേഷൻ ആകും. ഓക്കെ, ദെൻ എക്സ് 0 ആയിട്ട് എടുക്കാൻ പാടില്ല, എക്സ് 1 ആയിട്ട് എടുക്കാൻ പാടില്ല. ദാറ്റ് ഈസ് ഐസോതെർമൽ പ്രോസസ്സായിട്ട് മാറും. അപ്പോൾ ജനറലി നിങ്ങൾക്കിതിനെ PV പവർ എക്സ് ഫോർമാറ്റിലോട്ട് മാറ്റി എഴുതണം. ഇതാണ് നമ്മളുടെ നിലവിലുള്ള ഇക്വേഷൻ. എങ്ങനെ ഇത് പ്രൊസീഡ് ചെയ്യാമെന്ന് നോക്കാം. നമുക്കറിയാം ഐഡിയൽ ഗ്യാസ് ആണ്, മോണോ അറ്റോമിക് ആണ്. ഈ 2 ഡേറ്റ നമ്മുടെ കയ്യിലുണ്ട്. ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ നിങ്ങൾ PV ഈസ് ഈക്വൽ ടു nRT എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കുക. ഈ ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്താണ്, വിയുടെ ടേം അതേ കണക്ക് നിലനിർത്തുക. ടിക്ക് പകരമാണ് നമ്മൾ മാറ്റേണ്ടത്. അപ്പം ടിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? PV ഈസ് ഈക്വൽ ടു NR ഇൻറ്റു ടിക്ക് പകരം ഇവിടെ നിന്ന് എ കോൺസ്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ, ശരിയല്ലേ, ടി സ്ക്വയർ കോൺസ്റ്റൻറ്റ് ബൈ വി ആണെങ്കിൽ ടി എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ബൈ റൂട്ട് വി ആയിരിക്കില്ലേ, ബിക്കോസ് കോൺസ്റ്റൻറ്റിൻ്റെ റൂട്ടും കോൺസ്റ്റൻറ്റ് തന്നെയാണ്. സോ ദാറ്റ് ഈസ് നോട്ട് എ മാറ്റർ. സർട്ടൺ എമൗണ്ട് മീൻസ് n കോൺസ്റ്റൻ്റ് ആണ്, ഈ പറയുന്ന R കോൺസ്റ്റൻ്റ് ആണ്, ഈ C കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ റൂട്ട് വി ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ PV പവർ 3/2 ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്ന് വരും. ഇപ്പം നമ്മുടെ പോളിട്രോപ്പിക് ഇക്വേഷൻ ഫോർമാറ്റിലായിട്ട് മാറി. ആ പോളിട്രോപ്പിക് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്നത് 3/2 ആണ്. ഈ പോളിട്രോപ്പിക് കോഎഫിഷ്യൻ്റ് അറിയാമെങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ ബാക്കി കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കാം. ഈ ഇക്വേഷൻ്റെ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാമെന്നറിയാമോ? ഫോർ എനി പോളിട്രോപ്പിക് പ്രോസസ് യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് CV പ്ലസ് R ഡിവൈഡഡ് ബൈ 1 - x എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇത് മകപ്പ് ചെയ്ത് വെച്ചോണം, നിങ്ങൾ മനസ്സിലാക്കി വെച്ചോണം. ഒരു പോളിട്രോപ്പിക് പ്രോസസ്സിൻ്റെ കോഎഫിഷ്യൻറ്റ് അല്ലേ, മോളാർ ഹീറ്റ് കപ്പാസിറ്റൻസ് നിങ്ങൾക്ക് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റൻസ് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം.
ദെൻ ഇനി നമുക്കറിയാം സി വി അല്ലേ. സി വി എന്ന് പറഞ്ഞാൽ എന്താണ്? മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഈ സംഭവം മോണോ അറ്റോമിക് ഗ്യാസ് ആയതുകൊണ്ട് എത്രയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സി വിയുടെ വില എന്ന് പറയുന്നത് F/2R ആണ് ജനറൽ ഇക്വേഷൻ, വേർ F ഈസ് ദ ഡിഗ്രി ഓഫ് ഫ്രീഡം. മോണോ അറ്റോമിക് ഗ്യാസ് ആയതുകൊണ്ട് എഫിൻ്റെ വില 3 ആണ്. സോ ഇതിൻ്റെ വില എന്ത് വരും? 3/2R എന്ന് വരും, പ്ലസ് R ഡിവൈഡഡ് ബൈ 1 മൈനസ് 3/2 എന്ന് വരും. ഇതെന്ത് വരും? 3/2R plus this is nothing but minus of what? 1/2. so minus of 2R എന്ന് വരും അല്ലേ. ദെൻ 1.5Rൽ നിന്ന് 2R പോയാൽ മൈനസ് 1/2R എന്നല്ലേ വരുന്നത്. സോ നമ്മുടെ സി മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റൻസ് നെഗറ്റീവാണ്. ഇത് നെഗറ്റീവായുള്ള മീനിങ് എന്താണ്? നമ്മൾ സാധാരണ Q എന്ന് പറയുന്നത് എങ്ങനെ എഴുതുന്നത്? M ഇൻറ്റു അല്ലേ. ഇവിടെ നമുക്ക് ഗ്യാസ് ആയതുകൊണ്ട് യു ക്യാൻ ഗോ വിത്ത് മോളാർ ആയതുകൊണ്ട് നമുക്ക് മാസ് വെച്ച് എഴുതണ്ട, നിങ്ങൾ നമ്പർ ഓഫ് മോൾസ് വെച്ച് എഴുതിയാൽ മതി. സോ N ഇൻറ്റു സി വി അല്ല, ജനറലി നമ്മൾ എഴുതുമ്പം സി ആണ് അല്ലേ. NC ΔT ആണ്, ശരിയല്ലേ? ശ്രദ്ധിക്കുക, നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഇത് Q പോസിറ്റീവായിട്ട് എടുക്കാം. സിയുടെ വാല്യൂ നെഗറ്റീവാണ് അല്ലേ. അപ്പം സിയുടെ വാല്യൂ നെഗറ്റീവ് വരുന്നു. Q പോസിറ്റീവ് വരണമെങ്കിൽ ΔTയും നെഗറ്റീവ് വരണം. ΔT നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ എന്ന് പറയുന്നത് കൂടുതലും ഫൈനൽ കുറവുമാകണം. അപ്പോൾ ടെമ്പറേച്ചർ താഴണം, ശരിയല്ലേ? സോ ഹീറ്റ് സപ്ലൈ ചെയ്യുമ്പോൾ, അപ്പം നിങ്ങളത് ഇത്രയും ഒന്നും ചിന്തിക്കാതെ സിയുടെ വില നെഗറ്റീവ് വന്നാൽ എപ്പോഴും ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യും ഓർത്ത് വെച്ചോണം. വെൻ ഹീറ്റ് ഈസ് സപ്ലൈഡ് ടു ഗ്യാസ് ഇറ്റ്സ് ടെമ്പറേച്ചർ വിൽ ഇൻക്രീസ് അല്ല, ടെമ്പറേച്ചർ ഡിക്രീസ് ആണ്. അപ്പം ഡി ശരിയാണ്, ഓപ്ഷൻ എ തെറ്റാണ്. ഇനി ബി പാർട്ടായിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ആണ്, എക്സ്റ്റൻഷൻ അല്ല, എക്സ്പാൻഷൻ ഓഫ് ഗ്യാസ് ഈക്വൽസ് ടു -2/T ആണോ? ഇതാണ് അവരുടെ ചോദ്യം. ഈ ഒരു പ്രോസസ്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് കോഎഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ്റെ ജനറൽ ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റുന്നത്? കോഎഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ലിസൺ ഹിയർ. കോഎഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം ഓൺ യൂണിറ്റ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഇതാണ് നമ്മൾ സാധാരണ കോഎഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ. നമ്മളുടെ പ്രോസസ്സിൻ്റെ ഇക്വേഷൻ VT² കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇതിനെ ഡിഫറൻസിയേഷൻ ചെയ്ത് ഈ ഫോർമാറ്റിൽ എഴുതാം. ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ΔV/V ഫോർമാറ്റിൽ എഴുതാം. പക്ഷേ എളുപ്പം ഒരു മെത്തേഡ് ഞാൻ പറയാം. നിങ്ങൾ എറർ എഴുതാൻ പഠിച്ചിട്ടില്ല ഈ ഫോർമാറ്റുകളിൽ, അതേ കണക്ക് ഓർത്ത് എഴുതിയാൽ മതി. അപ്പോൾ ഫസ്റ്റ് ടേമിൽ എന്ത് എഴുതാം? ΔV/V പ്ലസ് 2 ഇൻറ്റു ΔT/T അല്ലേ. കോൺസ്റ്റൻറ്റിൻ്റെ ആ ടേം എന്താകും? 0. മനസ്സിലായോ? ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കൂ. ΔV/V ഈസ് ഈക്വൽ ടു -2 ΔT/T. നിങ്ങൾ ഈ ΔT/T താഴെ കൊണ്ടുവന്നാൽ നമ്മുടെ വോളിയം എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് ആയില്ലേ. അത് ബാക്കി എന്താണ്? -2/T ആയിട്ട് ഉത്തരം വരും. സോ അത് ശരിയാണ്, ബി ഓപ്ഷൻ ശരിയാണ്. കോഎഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ -2/T ആണ്. മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ഗ്യാസ് ഈസ് 2R. നമ്മൾ കണ്ടുപിടിച്ചു മോളാർ ഹീറ്റ് കപ്പാസിറ്റി സിയുടെ വില -R/2 ആണ്. അപ്പോൾ സിയും തെറ്റാണ്. കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ബിയും ഡിയുമാണ്. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 9 യു ക്യാൻ സോൾവ് ലൈക്ക് ദാറ്റ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 10 എന്ന് പറയുന്നു, കൺസിഡർ ആൻ ആറ്റം മെയ്ഡ് ഓഫ് പ്രോട്ടോൺസ് ആൻഡ് എ ഹൈപ്പോത്തറ്റിക്കൽ പാർട്ടിക്കിൾ ഓഫ് ട്രിപ്പിൾ ദ മാസ് ഓഫ് ഇലക്ട്രോൺ ബട്ട് ഹാവിങ് സെയിം ചാർജ് ആസ് ഇലക്ട്രോൺ. നമ്മൾ പ്രോട്ടോൺസ് ഓക്കെയാണ്, പക്ഷേ ഇവിടെ ഇലക്ട്രോണിന് പകരം ഇലക്ട്രോണിൻ്റെ 3 ഇരട്ടി മാസുള്ള പാർട്ടിക്കിൾസ് ആണ് നമ്മൾ പരിഗണിക്കാൻ പോകുന്നത്. Apply Bohr model and consider all possible transition of this hypothetical atom from second excited stage to lower state. അപ്പം ഇതൊരു ഹൈഡ്രജൻ ലൈക്ക് ആറ്റം ആണ്. ഇതിനകത്ത് സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് മുതൽ ലോവർ സ്റ്റേറ്റ് വരെയുള്ള എല്ലാ പോസിബിൾ ട്രാൻസിഷൻസും നിങ്ങൾ പരിഗണിക്കുക. ദ പോസിബിൾ വേവ് ലെങ്ത് എമിറ്റഡ് ഈസ്, ഇതിനകത്ത് വരുന്ന പോസിബിൾ എമിറ്റഡ് വേവ് ലെങ്തുകൾ ഏതാണെന്ന് നിങ്ങൾ നോക്കണം. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യുന്ന സമയത്ത് യു ഹാവ് ടു ഗോ വിത്ത് ദ ഇക്വേഷൻ ഓഫ് റിഡ്ബർഗ് കോൺസ്റ്റൻറ്റ്. അത് വൃത്തിയായിട്ട് അറിഞ്ഞാലേ ഇത് ഫോളോ ചെയ്യാൻ പറ്റൂ. കാരണം ഇവിടെ ഇലക്ട്രോണിന് പകരം ഒരു ഹൈപ്പോത്തറ്റിക്കൽ പാർട്ടിക്കിൾ ഇവർ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റിഡ്ബർഗ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം മാസ് ഓഫ് ഇലക്ട്രോൺ അല്ലേ ഇൻറ്റു k², ഇത് 1/4πε0 ആണ്, c⁴ ഡിവൈഡഡ് ബൈ 4πCh³. ഇതാണ് റിഡ്ബർഗ് കോൺസ്റ്റൻറ്റിൻ്റെ ഇക്വേഷൻ. ഇത് ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഒന്ന് എഴുതിയതാണ്. ഇതിൻ്റെ അകത്ത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ അറിയേണ്ടത് ഈ kc എന്ന് പറയുന്ന ലൈറ്റ് സ്പീഡായിട്ട് എഴുതാം. ഓക്കെ, ഈ പറയുന്ന അതേപോലെ ബാക്കിയുള്ള ടേംസ് എല്ലാം തന്നെ എന്താണ്? ആക്ച്വലി ഇറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് അല്ലേ.
These are all constants. So what will happen, you know, this Rydberg constant is proportional to mass of electron ആയിട്ട് വരും. So Rydberg constant is proportional to mass of electron. ഇത്രയും മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്ന ഇക്വേഷൻ ഓർമ്മയില്ലെങ്കിൽ പോലും ഇലക്ട്രോണിൻ്റെ മാസിനനുസരിച്ചിട്ട് റിഡ്ബർഗ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂവിൽ ചേഞ്ചസ് വരും. നമുക്കറിയാം ഇലക്ട്രോൺ ട്രാൻസിഷൻ ഇക്വേഷൻ ആയിട്ട് നമ്മൾ എഴുതുന്ന റിഡ്ബർഗ് ഇക്വേഷനകത്ത് R എന്ന് പറയുന്ന ടേമാണ് എഴുതുന്നത്. പക്ഷേ ഇവിടെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ പാർട്ടിക്കിൾ ഇലക്ട്രോണിൻ്റെ 3 ഇരട്ടി മാസ് ഉള്ളത് കൊണ്ട് ഈ മാസ് 3 ഇരട്ടി ആയതുകൊണ്ടേ നിങ്ങൾ റിഡ്ബർഗ് കോൺസ്റ്റൻറ്റും 3 ഇരട്ടി ആകും. അപ്പം ഇത് 3R എന്ന് ഓർത്ത് വെച്ചാൽ മതി. മനസ്സിലായോ? ഇൻറ്റു 1 ശരിയല്ലേ, n ഫൈനൽ സ്ക്വയർ മൈനസ് n ഇനിഷ്യൽ സ്ക്വയർ. ഇതാണ് നമ്മുടെ സാധാരണ റിഡ്ബർഗ് ഇക്വേഷൻ. ഇത് എവിടെ നിന്നുള്ള പോസിബിൾ വേവ് ലെങ്ത് ആണ് ഈ ഒരു സിസ്റ്റത്തിൽ നിങ്ങൾ നോക്കേണ്ടത്? ഇത് ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റം ആയതുകൊണ്ട് Z എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് 1 എന്നുള്ള കാര്യം എടുത്ത് പോകാം. അതുകൊണ്ട് 3Rൻ്റെ കാര്യം വെച്ച് നോക്കിയാൽ മതി. ഓൾ പോസിബിൾ വേവ് ലെങ്ത് എമിറ്റഡ് അല്ലേ, എവിടെയാണ്? സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ടു ലോവർ സ്റ്റേറ്റ്. സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് n = 2 ആണ്. സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് മീൻസ് n = 3. അപ്പോൾ n = 3യിൽ നിന്ന് ഉള്ള ഗ്രൗണ്ട് വരെയുള്ള എല്ലാ പോസിബിൾ ട്രാൻസിഷൻ്റെയും നോക്കണം. അപ്പോൾ ഏതൊക്കെ പോസിബിൾ ട്രാൻസിഷൻസ് ഉണ്ട് ശ്രദ്ധിച്ചു നോക്കൂ. n = 3 to n = 1 വരാം, n = 3 to n = 2 വരാം, n = 2 to 1 വരാം. ശരിയല്ലേ? ഇത് λ1, ഇത് λ2, ഇത് λ3. അങ്ങനെയാണെങ്കിൽ 1/λ1 നിങ്ങൾക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 3R ഇൻറ്റു ഇവിടെ ഫൈനൽ എപ്പോഴും 1 ആണ്. നമ്മൾ ആദ്യത്തെ കേസിൽ എഴുതിയതിൽ 1 ആണ് ഫൈനൽ. ഓക്കെ, അപ്പം എപ്പോഴും 1 അല്ല, 3 to 1ലും 2 to 1ലും 1 ആയിട്ട് എടുക്കാം. സോ 1/1² ഈസ് 1 മൈനസ് ഇനിഷ്യൽ എന്താണ്? 3 ആയതുകൊണ്ട് ഇറ്റ് ഈസ് 1/9. ഓക്കെ, സോ ഇത് ചെയ്യുമ്പോൾ എന്ത് വരും? ദിസ് ഇസ് നത്തിങ് ബട്ട് 8/9 എന്ന് വരും. ശരിയല്ലേ? സോ 3R ഇൻറ്റു 8/9. ഇത് നമുക്ക് ക്യാൻസൽ ചെയ്ത് ഇവിടെ ഒരു 3 എഴുതാം. അപ്പോൾ 3/8R. ഓക്കെ, ബി എന്ന് പറയുന്ന ഓപ്ഷൻ്റെ ട്രാൻസിഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. യു ക്യാൻ ഗോ വിത്ത് ദാറ്റ്. ഇനി 1/λ2, 3 മുതൽ 2 വരെയുള്ള ട്രാൻസിഷനാണ്. ഫൈനലി 2 ആയതുകൊണ്ട് 2² 4 ആൻഡ് 9. ശരിയല്ലേ? ഇത് 9 - 4 5 വരും. 5 × 3 15R വരും. ഡിവൈഡഡ് ബൈ 9 × 4 36. ഇതിനകത്ത് 3 വെച്ച് ക്യാൻസൽ ചെയ്താൽ 5 and 3. സോ 12/5R. ഓക്കെ, അതും ഓക്കെയാണ്. λ2 12/5R നിങ്ങൾക്ക് കിട്ടും. ഇനി ഇതേ കണക്ക് തന്നെ നിങ്ങൾക്ക് അടുത്തതും കാൽക്കുലേറ്റ് ചെയ്യാം. ഏതാണ്? ഈ പറഞ്ഞതുപോലെ നെക്സ്റ്റ് വൺ ഓൾസോ യു ക്യാൻ കാൽക്കുലേറ്റ്. വൺ ബൈ λ3. ഓക്കെ, അതെന്ത് വരും? 3R ഇൻറ്റു λ3യിൽ നിങ്ങൾക്ക് 2 to 1 ട്രാൻസിഷൻ ആണ്. സോ 2 to 1 ട്രാൻസിഷൻ എടുക്കുന്നതുകൊണ്ട് 1 മൈനസ് 1/9 വരും. ഇസ്ൻ്റ് ഇറ്റ്? സോ 3R, ദിസ് ടേം ഈസ് 8, താഴെ ഒരു 9 വരും. ദിസ് ഈസ് നത്തിങ് ബട്ട് 3. സോ 3/8R നമ്മളത് ചെയ്തിരുന്നു അല്ലേ? λ3 2 to 1 നമ്മൾ ചെയ്തു. അല്ല സോറി, 3 to 1 നമ്മൾ ചെയ്തു. ദിസ് ഇസ് 2 to 1 ആണ്. സോ ദിസ് ഇസ് 4. ഓക്കെ, സോ ദിസ് ഇസ് നത്തിങ് ബട്ട് 3/4. ഓക്കെ, 3/4 ആണ്. സോ 9/4. അപ്പോൾ 4/9R. അതുകൊണ്ട് സി. അപ്പം ബിയും സിയും ഡിയും ആണ് കറസ്പോണ്ടിങ് നിങ്ങൾക്ക് കിട്ടുന്ന വേവ് ലെങ്തുകൾ. എ കിട്ടില്ല, എ റോങ് ആണ്. ബി സി ഡി ആണ് കറക്റ്റ് ആൻസർ. ചെയ്ത് നോക്കിയാൽ മതി, ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓൺലി തിങ് റിഡ്ബർഗ് കോൺസ്റ്റൻറ്റ് മാസ് ഓഫ് ഇലക്ട്രോൺ, മാസ് ഓഫ് ദ ഔട്ടർ ഇലക്ട്രോണിന് പ്രൊപ്പോർഷണൽ ആണെന്ന് മനസ്സിലാക്കി ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 11 മൂവ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 11 കുറച്ച് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡിനെ വെച്ചിട്ടുള്ള ചോദ്യമാണ്. ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റ് ആൻഡ് സ്ക്രീൻ ഈസ് 96. അപ്പം നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡിൻ്റെ ബേസിക്സ് നിങ്ങൾ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. നമ്മൾ ഒബ്ജക്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊരു സ്ക്രീനാണ്. ഈ ഒബ്ജക്റ്റിൻ്റെയും സ്ക്രീനിൻ്റെയും പൊസിഷൻ നമ്മൾ മാറ്റത്തില്ല. ഇത് ഫിക്സ്ഡ് പൊസിഷൻ ആയിരിക്കും. അത് 96 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, this is given as 96 centimeter. Then they are asking the ratio of size of two images formed by the converging lens placed between them is 4. So try to understand. First ഞാനൊരു converging lens system ദാ ഇവിടെ വയ്ക്കുകയാണ്, L1. ഈ L1 നമ്മൾ ഇവിടെ വയ്ക്കുന്ന സമയത്ത് ഇത് ഒരു പ്രത്യേക ഡിസ്റ്റൻസ് ആണല്ലേ. ഒബ്ജക്റ്റ് മുതൽ ലെൻസ് വരെയുള്ള ഡിസ്റ്റൻസ് നിങ്ങൾക്ക് U എന്നും ഇമേജ് സ്ക്രീനിൽ കിട്ടുമ്പോൾ നിങ്ങൾക്കതിനെ V എന്നും വിളിക്കാം. ഇവിടെ ഒരു ലൈറ്റ് റേയുടെ സിസ്റ്റം വരുമല്ലോ. ഈ ലൈറ്റ് റേ നമുക്ക് റീട്രേസ് ചെയ്യാം അല്ലേ. മുന്നിൽ നിന്ന് ബാക്കിലോട്ട് പോകുന്നത് നമുക്ക് ഫ്ലിപ്പ് ചെയ്ത് ബാക്കിൽ നിന്ന് മുന്നോട്ട് വരുന്നത് പോലെ വെച്ചാലും
നമുക്ക് ആ ഒരു സിസ്റ്റം റീജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഈ ലൈറ്റ് റേസിൻ്റെ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, ആ ഒരു ഇൻപുട്ട് പാർട്ടും ഔട്ട്പുട്ട് പാർട്ടും ഞാൻ ഫ്ലിപ്പ് ചെയ്തെടുക്കുന്നതും മറ്റൊരു ഇമേജ് കിട്ടുന്ന സിസ്റ്റത്തിന് ഇക്വലൻ്റ് ആണ്. അതായത് 1/f = 1/v - 1/u എന്നെഴുതുന്ന ആ ഇക്വേഷൻസിൽ നിങ്ങൾക്ക് v ആൻഡ് u ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതാൻ പറ്റും. അങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ഈ ഒരു ലെങ്ത് അല്ലെ, ഈ ഒബ്ജക്റ്റും സ്ക്രീനും തമ്മിലുള്ള ലെങ്ത് 96 സെൻറ്റിമീറ്ററിൽ തന്നെ തുടരും. നമ്മളുടെ u വന്നതിന് പകരം v ആകും, ശരിയല്ലേ? അപ്പം കുറച്ചുകൂടെ ലെങ്ത് ഇങ്ങോട്ട് കൂട്ടി വെച്ചു, ഇത് v ആക്കി നമ്മളെടുത്തു. ദെൻ ഇതെന്തായി? u ആയി. ലെൻസിൻ്റെ പൊസിഷൻ ഒന്ന് അല്പം മാറ്റി കൊടുക്കേണ്ടി വരും. ദിസ് ഇസ് L2, സെക്കൻഡ് പൊസിഷനാണ്. അപ്പോൾ ഈ വിയും യുവും ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു ഇമേജ് കിട്ടും. ആദ്യം കിട്ടുന്ന ഇമേജ് വലുതോ ചെറുതോ, ആദ്യം കിട്ടുന്ന ഇമേജിനേക്കാൾ എന്താണ് ഈ പറയുന്നത് കുറച്ചുകൂടെ മാഗ്നിഫൈഡ് ഇമേജ് ആയിരിക്കും രണ്ടാമത്. എന്തുകൊണ്ടാണ് വന്നത്? വിയുടെ വില കൂടുതലാണ്. മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ v/u അല്ലേ? v കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ v കൂടുതൽ ഫസ്റ്റ് കേസിലാണ് അല്ലേ? നമ്മൾ ഒന്നാമത്തെ കേസിലാണ് ഇത് ഇമേജിനെ കാണിക്കുന്ന ടേമാണ്, ഇത് ഇമേജ് ടേമാണ്, ഇത് ഒബ്ജക്റ്റ് ടേമാണ്, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്. ഈ മാഗ്നിറ്റ്യൂഡുകളാണ് ഞാൻ ഫ്ലിപ്പ് ചെയ്തത്. അതുകൊണ്ട് ഈ u എന്ന് പറയുന്നതാണ് ഇമേജ് ഡിസ്റ്റൻസ്, ഇത് ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസിനെ കാണിക്കുന്ന ടേമാണ്. മാഗ്നിറ്റ്യൂഡ്സ് ഫ്ലിപ്പ് ചെയ്തെന്നുള്ള ഐഡിയയിൽ എഴുതുക. അപ്പോൾ ഇമേജ് ഡിസ്റ്റൻസ് v കൂടുതലായതുകൊണ്ട് ഈ ഫസ്റ്റ് കേസിൽ മാഗ്നിഫൈഡ് ഇമേജ് ആയിരിക്കും. സെക്കൻഡ് കേസിലെന്ന് പറയുന്നത് എന്തായിരിക്കും? മാഗ്നിഫിക്കേഷൻ കുറച്ച് കുറഞ്ഞ ചെറിയ ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് റേഷ്യോ ഓഫ് സൈസ് ഓഫ് ദ ടു ഇമേജസ് ഫോംഡ് ബൈ ദ കൺവെർജിങ് ലെൻസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദം ഈസ് 4. അപ്പോൾ രണ്ട് മാഗ്നിഫിക്കേഷനുകളുടെ റേഷ്യോ ആണ് റേഷ്യോ ഓഫ് സൈസ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യത്തിൽ മാഗ്നിഫിക്കേഷൻ v/u അല്ലേ? ജനറൽ ഇക്വേഷനാണ് v/u ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ കേസിൻ്റെ മാഗ്നിഫിക്കേഷൻ u/v ആണ്. ഇസ്ന്റ് ഇറ്റ്? ഇത് നിങ്ങൾ എഴുതുന്ന സമയത്ത് യു ആർ ഗെറ്റിംഗ് v²/u². v²/u² ഈസ് നത്തിങ് ബട്ട് 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ v/uവിൻ്റെ വില 2 അല്ലേ? ദാറ്റ് ഈസ് ഇമേജ് ഡിസ്റ്റൻസും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും 2:1 നിൽക്കുന്നത്. അപ്പോൾ ഇത് എന്താണ്? 2 ആണെങ്കിൽ ഇത് എത്ര യൂണിറ്റ് വരും? 3 യൂണിറ്റ് വരും. മൊത്തത്തിൽ 96 ആണ്, ശരിയല്ലേ? 3 യൂണിറ്റ് അല്ല, 1 യൂണിറ്റ്. v 2 മടങ്ങാണെങ്കിൽ നമ്മൾ വലിയ v വരുന്നത് ഫസ്റ്റ് കേസിൽ, അതുകൊണ്ടാണ് അത് 2 മടങ്ങായിട്ട് എടുത്തത്. ഓക്കെ, ക്ഷമയോടെ ചിന്തിച്ച് നോക്കുക. ഇതപ്പോൾ 1 യൂണിറ്റ് എടുക്കാം. അങ്ങനെ എടുക്കുകയാണെങ്കിൽ മൊത്തത്തിൽ റേഷ്യോ 1:2 96 സെൻറ്റിമീറ്ററിനെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 96 സെൻറ്റിമീറ്ററിനെ ടോട്ടലി 3 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പം 32 വരും. 32 × 2 64 സെൻറ്റിമീറ്ററാണ് ഈ ഫസ്റ്റ് v. ഇത് 64 ആകുമ്പം 32 × 1 32 സെൻറ്റിമീറ്ററാണ് ഫസ്റ്റ് പാർട്ട്, ശരിയല്ലേ? അപ്പം ആദ്യത്തെ കേസിൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് 32 സെൻറ്റിമീറ്ററും ഈ ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 64 സെൻറ്റിമീറ്ററുമാണ്. ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, 32 സെൻറ്റിമീറ്ററും എന്താണ് 64 സെൻറ്റിമീറ്ററാണ് u ആൻഡ് v റേഷ്യോ. ഇത് തിരിച്ചാണ് നമ്മൾ ഫ്ലിപ്പ് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന ഇമേജ് സൈസ് ചെറുതാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറയുന്ന ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആയിട്ട് വെക്കേണ്ടത് 64 അല്ലേ? 64 സെൻറ്റിമീറ്ററും ഇമേജ് ഡിസ്റ്റൻസ് ആയിട്ട് 32 സെൻറ്റിമീറ്ററിലും നമുക്ക് ഈ ഒരു സിസ്റ്റം, ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ സിസ്റ്റം നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഇതിൽ നോക്കുക, ഈ സ്ക്രീനിൽ നിന്ന് 64 ഫസ്റ്റ് ലെൻസിൻ്റെ പൊസിഷൻ. ഇപ്പോൾ സ്ക്രീനിൽ നിന്ന് 32 ആയിട്ട് മാറി. അപ്പോൾ ഈ ലെൻസിൻ്റെ പൊസിഷൻസ് എത്ര മാറിയിട്ടുണ്ട്? 64 - 32, അതും 32 അല്ലേ? അപ്പോൾ ലെൻസ് 32 സെൻറ്റിമീറ്റർ ഷിഫ്റ്റ് ചെയ്ത് വെക്കുമ്പോഴാണ് സെക്കൻഡ് ഇമേജ് കിട്ടുന്നത്. ഈ ഐഡിയകൾ വെച്ച് ഓപ്ഷൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓപ്ഷൻ എ, റേഷ്യോ ഓഫ് സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് ടു സൈസ് ഓഫ് ദ ഷോർട്ടർ ഇമേജ് ഈസ് 4 അല്ലേ? ഒബ്ജക്റ്റിൻ്റെ സൈസും ഇമേജിൻ്റെ സൈസും തമ്മിലുള്ളത് 4 ആണോ? അല്ല, ഷോർട്ടർ ഇമേജ് വരുന്നത് എന്താണ്? v/u എന്ന് പറയുന്നത് 2 ആണ്, 4 അല്ലല്ലോ. സോ എ തെറ്റായ ഓപ്ഷനാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പൊസിഷൻസ് ഓഫ് ലെൻസ് 32 അല്ലേ? ലെൻസ് ഷിഫ്റ്റ് ചെയ്യുന്നത് 32 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ പറഞ്ഞു, അത് ശരിയാണ്. ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ് 64/3 ആണോ? നോക്കാം. ഏതെങ്കിലും ഒരു ഫസ്റ്റ് മോഡൽ എടുത്താൽ മതി. ഫസ്റ്റ് മോഡലിൽ നമുക്ക് ലെൻസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാമല്ലോ. 1/f = 1/v - 1/u, ശരിയല്ലേ? ഇത് കണ്ടുപിടിക്കണം. 1/vയുടെ വില നിങ്ങൾ 64 ഇട്ട് കൊടുക്കുക. u നെഗറ്റീവാണ്, അതുകൊണ്ട് നിങ്ങൾക്കത് മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആകും, 1/32 ആകും. യു ക്യാൻ ടേക്ക് 32 ഔട്ട്സൈഡ്. 1/32 ഇൻറ്റു അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ LCM എടുത്ത് ചെയ്യാം. 64 വെച്ച് എല്ലായിടത്തും മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. സോ 1+2 ഡിവൈഡഡ് ബൈ 64. സോ 1/fൻ്റെ വില 3/64 വരുമ്പോൾ f 64/3 ആണ്. ഓപ്ഷൻ സിയും കറക്റ്റായ ഓപ്ഷനാണ്.
ഓപ്ഷൻ ഡി എന്താണ്? When the shorter image is formed on screen, distance of lens from the screen is 32. ലെൻസ് 32 ആകുന്ന കണ്ടീഷനിൽ അല്ലേ, ഇതാ ഈ കേസിൽ ലെൻസിൻ്റെ പൊസിഷൻ 32 ആകുമ്പോഴാണോ ഷോർട്ടർ ഇമേജ് കിട്ടുന്നത്? ലെൻസിൻ്റെ പൊസിഷൻ 32 ആകുമ്പോൾ ഇമേജ് ഡിസ്റ്റൻസ് 32, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് 64. 32/64 എന്ന് പറയുന്നത് v/u, ദാറ്റ് ഈസ് മാഗ്നിഫിക്കേഷൻ, അത് 1/2 ആണ്. ശരിയല്ലേ? ഈ 1/2 എന്ന് പറയുന്നത് ഷോർട്ടർ ഇമേജ് അല്ലേ? യെസ് ഓർ നോ? v/u is 1/2, that is shorter image. So when shorter image is formed, the distance is 32. ശരിയാണ്. ഓപ്ഷൻ ഡിയും കറക്റ്റ് ആണ്. സോ BCD is the correct answer. ക്ലിയർ? ക്വസ്റ്റ്യൻ നമ്പർ 12 നമുക്ക് മൂവ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 12 നമുക്ക് മെക്കാനിക്സുമായിട്ട് ഡീൽ ചെയ്തിട്ടുള്ള നല്ലൊരു ചോദ്യമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഒരു സോളിഡ് സ്പിയർ ഓഫ് മാസ് m and radius r is placed on a rough horizontal surface. A horizontal force F is applied to sphere at a height h from center. If sphere rolls without slipping, then ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷനുകളിൽ ഈ സ്പിയറിൽ, ഇതൊരു സ്പിയറാണ്, ഈ സ്പിയറിൽ നമ്മൾ എഫ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. വിത്തൗട്ട് സ്ലിപ്പിംഗ് ഈ സ്പിയർ മൂവ് ചെയ്യുകയാണെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഏത് കണ്ടീഷനാണ് ട്രൂ എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഇതെങ്ങനെ അനലൈസ് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് പ്യുവറായിട്ടുള്ള റൊട്ടേഷനാണ് അല്ലേ, പ്യുവറായിട്ടുള്ള മോഷനാണ്. ഇതിന് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ എഫക്റ്റ് തീർച്ചയായിട്ടും വേണം. അപ്പോൾ നമ്മുടെ എഫ് എന്ന് പറയുന്ന ഫോഴ്സ് മുന്നോട്ട് വരുമ്പോൾ ഈ ഒരു കോൺടാക്റ്റ് പോയിന്റിൽ മുമ്പിലോട്ട് തീർച്ചയായിട്ടും ഒരു ആക്സിലറേഷൻ എ കാണും. ദാറ്റ് ഈസ് ദ ട്രാൻസ്ലേഷണൽ ആക്സിലറേഷൻ പ്രൊവൈഡഡ് ബൈ എഫ്. ബട്ട് ദ പ്രോബ്ലം, ഇത് മുന്നോട്ട് വരുമ്പോൾ എ എന്ന് പറയുന്ന ട്രാൻസ്ലേഷൻ എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. റൊട്ടേഷൻ എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ടോ? തീർച്ചയായും ഉണ്ട്. ഈ എഫ് എന്ന് പറയുന്നത് എച്ച് ഹൈറ്റ് മുകളിലായതുകൊണ്ട് ഇതിൻ്റെ റൊട്ടേഷൻ സെൻസ് എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോയിന്റിൽ ടാൻജൻഷ്യൽ ആക്സലറേഷൻ എന്ന് പറയുന്നതും എന്തായിരിക്കും? എക്ക് ബാക്ക്വേർഡ് ആയിട്ട് വരും. അതുകൊണ്ട് ഈ എഫ് തന്നെ ടോർക്കും ട്രാൻസ്ലേഷനും ഒരുമിച്ച് പ്രൊവൈഡ് ചെയ്യാൻ കേപ്പബിൾ ആണ്. ബട്ട് ദ പ്രോബ്ലം, എഫ് പ്രൊവൈഡ് ചെയ്യുന്ന ആൽഫ ഈ എയെ ക്യാൻസൽ ചെയ്യാൻ പര്യാപ്തമാണോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ പര്യാപ്തമാണെങ്കിൽ ഫ്രിക്ഷൻ്റെ ആവശ്യമില്ല റോളിങ്ങിന്, പര്യാപ്തമല്ലെങ്കിൽ ഫ്രിക്ഷനും കൂടെ വന്നേ പറ്റൂ. ഈസ് മൈ പോയിന്റ് ക്ലിയർ? സോ ഇവിടെ ആർ ആൽഫ എന്ന് പറയുന്നത് നമുക്ക് എയുമായിട്ട് ബാലൻസ് ആകണമെങ്കിൽ ഫ്രിക്ഷൻ ഹാസ് ടു ബി കം. അങ്ങനെ ഒരു കാര്യം വന്നേ പറ്റൂ. ശരിയല്ലേ? ഫ്രിക്ഷൻ വരാതിരിക്കാം, നമുക്കതിനെപ്പറ്റി അറിയില്ല. അപ്പം ഇങ്ങനൊരു ആംബിഗ്യൂറ്റി, ഇങ്ങനൊരു കൺഫ്യൂഷൻ നമുക്ക് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഫ്രിക്ഷൻ്റെ അവസ്ഥ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഗസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക്, ഫ്രിക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളങ്ങ് അസ്യൂം ചെയ്ത് പ്രോബ്ലം ചെയ്യുക. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ ഫ്രിക്ഷൻ മുമ്പിലോട്ടാണ് എന്ന് പറഞ്ഞ് അസ്യൂം ചെയ്ത് ഇതങ്ങ് ചെയ്യുകയാണ്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മുന്നോട്ടുണ്ടെന്ന് പറഞ്ഞ് ചെയ്യാം. ഇങ്ങനെ അസ്യൂം ചെയ്ത് ചെയ്യുമ്പോൾ ഡയറക്ഷൻ ഒന്നും നിങ്ങൾ ബോധറിയേണ്ട കാര്യമില്ല. എന്താ കാര്യം? നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന അസംഷനിൽ ഫ്രിക്ഷൻ ഇല്ലെന്ന് ഇക്വേഷൻ സോൾവ് ചെയ്ത് കിട്ടുമ്പോൾ ഈ എഫ് എസിൻ്റെ വില 0 ആകും. അല്ലെങ്കിൽ ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ നമ്മൾ എടുത്തതല്ല, തിരിച്ചാണെങ്കിൽ ഉത്തരം നെഗറ്റീവ് വരും. സോ എല്ലാം നമ്മുടെ മാത്തമാറ്റിക്സ് ബാലൻസ് ചെയ്തോളൂ. സോ യു ഹാവ് ടു അസ്യൂം എ ഫ്രിക്ഷൻ ഈസ് ദെയർ. ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് മേ ബി 0 ആൻഡ് ഡയറക്ഷൻ മേ ബി റിവേഴ്സ് ഓൾസോ. We are not bothering all those things. So first of all, നമുക്ക് ട്രാൻസ്ലേഷൻ എഫക്റ്റിൻ്റെ ഇക്വേഷൻ എഴുതാം. ഈ രണ്ട് ഫോഴ്സുകളും ഇതിന് എ എന്ന് പറയുന്ന ട്രാൻസ്ലേഷണൽ ആക്സിലറേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ഡെഫിനറ്റ്ലി റൈറ്റ് എഫ് പ്ലസ് എഫ് എസ് ഈസ് ഈക്വൽ ടു വാട്ട്? എം ഇൻറ്റു എ. ഇക്വേഷൻ നമ്പർ 1 ട്രാൻസ്ലേഷൻ ഇക്വേഷൻ എഴുതി. അതേപോലെ റൊട്ടേഷൻ ഇക്വേഷൻ പറയൂ. എഫ് എച്ച് എന്ന് പറയുന്നത് ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. ശരിയല്ലേ? എഫ് ഇൻറ്റു എച്ച് ആണ് ക്യാപിറ്റൽ എഫ് കൊടുക്കുന്ന ടോർക്ക്, മൈനസ് എഫ് എസ് ഇൻറ്റു ആർ. ദിസ് വിൽ ബി ദ നെറ്റ് ടോർക്ക്. ദിസ് നെറ്റ് ടോർക്ക് ഐ ക്യാൻ ബി റിട്ടൺ ആസ് ഐ ഇൻറ്റു ആൽഫ. ഐ ഫോർ ദ സ്പിയർ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 2/5 mr² ഇൻറ്റു ആൽഫ. ആൽഫ എന്ന് പറയുന്നത് നിങ്ങൾ കൺസ്ട്രെയിൻ ഇക്വേഷനും കൂടെ അപ്ലൈ ചെയ്ത് എഴുതണം. കൺസ്ട്രെയിൻ ഇക്വേഷൻ സെപ്പറേറ്റ് ചെയ്ത് എഴുതണ്ട. നമുക്കിവിടെ കൺസ്ട്രെയിൻ ഇക്വേഷൻ എന്തെഴുതാം? ആർ ആൽഫയും ഇവിടുത്തെ എയും മാച്ച് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ എഴുതാം. ബിക്കോസ് ഇറ്റ് ഈസ് പ്യുവർ റോളിംഗ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൽഫയ്ക്ക് പകരം നിങ്ങൾക്ക് a/r എന്ന് കൊടുക്കാമല്ലോ. ശരിയല്ലേ? സോ ഈ രണ്ട് ടേമുകൾ ക്യാൻസൽ ചെയ്ത് പോകും. ഇത് ഇക്വേഷൻ നമ്പർ 2. നമുക്ക് 1ഉം 2ഉം സോൾവ് ചെയ്തൊരു ജനറൽ ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഇത് സോൾവ് ചെയ്യുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഫ്രിക്ഷൻ്റെ ടേമിൽ ഒരു r ഉണ്ട്. ഇവിടെ എന്താണ്? ഫ്രിക്ഷൻ്റെ ടേമിൽ ഒരു r വന്നാൽ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പം ക്യാൻസൽ ചെയ്ത് പോകത്തില്ലേ? അതുകൊണ്ട് ഇക്വേഷൻ നമ്പർ 1നെ നമ്മൾ r വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എഫ് ഇൻറ്റു ഇത് ക്യാപിറ്റൽ എഫ് ആണ്. സോ എക്സ്റ്റേണൽ ഫോഴ്സ് ഇൻറ്റു ആർ പ്ലസ് സ്മോൾ ലെറ്റർ എഫ് ഇൻറ്റു ആർ ഈസ് ഈക്വൽ ടു എം എ.
ഇത് ഇക്വേഷൻ നമ്പർ MAR. ഇക്വേഷൻ നമ്പർ 3. ഇനി ഈ 2ഉം 3ഉം കൂടെ ആഡ് ചെയ്യൂ. 2ഉം 3ഉം കൂടെ ആഡ് ചെയ്യുമ്പം ഇത് FR, ചെറിയ F ആണ്. ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. ഈ രണ്ട് ടേമുകൾ ക്യാൻസൽ ചെയ്ത് പോകും. നമുക്ക് എന്ത് വരും? F ഇൻറ്റു, അല്ലേ, ഇത് ആഡ് ചെയ്യുമ്പം FR പ്ലസ് FH. F ഇൻറ്റു R പ്ലസ് H ഈസ് ഈക്വൽ ടു 2/5 MRA പ്ലസ് MRA. ശരിയല്ലേ? അപ്പം നമുക്ക് 7/5 MRA എന്ന് കിട്ടും. isn't it? സോ നിങ്ങൾക്ക് കിട്ടുന്നു ഫോഴ്സ് F, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എഫിൻ്റെ ജനറൽ ഇക്വേഷൻ യു ആർ ഗെറ്റിംഗ് ആസ് എന്ത് കിട്ടും? 7 ടൈംസ് ഓഫ് MRA ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു R പ്ലസ് H. ഓക്കെ, നമുക്ക് വേണ്ടത് മാക്സിമം പോസിബിൾ ആക്സിലറേഷൻ ഓഫ് സ്പിയർ. ട്രാൻസ്ലേഷണൽ ആക്സിലറേഷൻ ആണ്. നിങ്ങൾക്ക് ഈ ഫോഴ്സിന് പകരം ആക്സിലറേഷൻ വരണമെങ്കിൽ ആക്സിലറേഷൻ ഈസ് ഫോഴ്സ് ബൈ മാസ്, അല്ലേ? അപ്പം ഇതിനെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ഈ മാസിൻ്റെ ടേം ഇവിടെ ക്യാൻസൽ ചെയ്ത് പോകും. സോ ആക്സിലറേഷൻ്റെ ടേം എന്താകും? നമുക്ക് ഈ പറഞ്ഞതുപോലെ 7RA/5R പ്ലസ് H എന്ന് എഴുതാം. മാക്സിമം പോസിബിൾ ആക്സിലറേഷൻ വരണമെങ്കിൽ എപ്പോഴായിരിക്കും അത് സംഭവിക്കുന്നത്? ആക്സിലറേഷൻ മാക്സിമം ആകണമെങ്കിൽ ഇവിടെ H വേരിയബിൾ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. H നമ്മൾക്ക് ഇഷ്ടമുള്ള പൊസിഷൻ സെലക്ട് ചെയ്യാം. H മിനിമം ആകുമ്പോഴാണ് ഇത് മാക്സിമം ആകുന്നത്. സോ Hൻ്റെ വില നിങ്ങൾക്ക് 0 ഇട്ട് കൊടുക്കാം. H 0 ഇട്ട് കൊടുക്കുമ്പം 7RA/5R വരും. RR ക്യാൻസൽ ചെയ്യും. ശരിയല്ലേ? സോറി, ഇത് നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഇവിടെ ഫോഴ്സിൻ്റെ ടേമിലാണ് ആക്സിലറേഷൻ എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിനകത്ത് ആക്സിലറേഷൻ്റെ ടേം ഉണ്ടല്ലോ. സോ ആക്സിലറേഷൻ ഇതാണ്. ഇക്വേഷൻ നമ്പർ 4നെ നിങ്ങളൊന്ന് മാനിപ്പുലേറ്റ് ചെയ്താൽ ഇതിനകത്ത് ആക്സിലറേഷൻ്റെ ടേം കിടപ്പുണ്ട്. അത് നമുക്ക് എന്തെഴുതാം? 5F ഇൻറ്റു R പ്ലസ് H, ശരിയല്ലേ, ഡിവൈഡഡ് ബൈ 7MR. നമുക്ക് ആക്സിലറേഷൻ്റെ മാക്സിമം കണ്ടുപിടിക്കണം. ആക്സിലറേഷൻ മാക്സിമം ആകണമെങ്കിൽ ന്യൂമറേറ്റർ മാക്സിമം ആകണം. ന്യൂമറേറ്ററിനകത്ത് വേരിയബിൾ H ആണ്, ബാക്കി ടേംസ് കോൺസ്റ്റൻ്റ് ആണ്. Hൻ്റെ മാക്സിമം വില Hനെ നിങ്ങൾക്ക് ഇവിടെ H കൂട്ടി ഇവിടെ വരെ അപ്ലൈ ചെയ്യാം. ഫോഴ്സ് നിങ്ങൾക്ക് ഈ ഒരു ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ നിന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ Hൻ്റെ വില R എഴുതാം. R പ്ലസ് R 2R വരും. 2 ആവുമ്പോൾ ഇത് 10F വരും. സോ 10FR ഡിവൈഡഡ് ബൈ 7MR. സോ 10F/7M ആണ് ആക്സിലറേഷൻ്റെ മാക്സിമം വില. ഓപ്ഷൻ 1 തെറ്റും, ഓപ്ഷൻ 2 ശരിയാണ്. മാക്സിമം പോസിബിൾ സ്പിയർ ആക്സിലറേഷൻ ഈസ് 10F/7M. ഇനി അവർ സി പാർട്ടിൽ എന്താണ് ചോദിച്ചിട്ടുള്ളത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫ്രിക്ഷൻ, അല്ലേ? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫ്രിക്ഷൻ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സ്പിയർ ഈസ് 0 ഇഫ് H is equal to 3R/4. ഈ Hൻ്റെ വില 3R/4 എന്ന് പറയുന്ന വാല്യൂ ആണെങ്കിൽ ഫ്രിക്ഷൻ്റെ ആവശ്യമില്ല. ഈ ഫോഴ്സ് തന്നെ ട്രാൻസ്ലേഷനും റൊട്ടേഷനും കൈകാര്യം ചെയ്തുകൊള്ളും. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഫ്രിക്ഷൻ ഫോഴ്സ് ജനറലി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ഔട്ട് ഓഫ് ദീസ് ഇക്വേഷൻ നമ്പർ 1 ആണ് ബെറ്റർ, ശരിയല്ലേ? സോ നമുക്ക് എന്തെഴുതാം? ഇക്വേഷൻ നമ്പർ 1ൽ നിന്ന് നിങ്ങൾക്ക് ഫ്രിക്ഷൻ ഫോഴ്സിൻ്റെ വാല്യൂ എഴുതാൻ പറ്റുമല്ലോ. ഫ്രിക്ഷൻ ഫോഴ്സിൻ്റെ വാല്യൂ F എന്ന് പറയുന്നത് എന്താണ്? MA മൈനസ് ക്യാപിറ്റൽ F ആണ്. ഓക്കെ, ഈ M ഇൻറ്റു നമുക്ക് ഫ്രിക്ഷൻ ഫോഴ്സ് 0 ആകണം, ശരിയല്ലേ? ഫ്രിക്ഷണൽ ഫോഴ്സ് 0 ആകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രിക്ഷൻ 0 ആകണമെങ്കിൽ ഈ MAയും Fഉം ബാലൻസ് ആകണം. യെസ് ഓ നോ? സോ നമുക്ക് എന്തെഴുതാം? ലിസൺ ഹിയർ. I can write F is equal to this M into A. ആൻഡ് എ നമ്മൾ ഇപ്പോൾ എഴുതി കഴിഞ്ഞു, അല്ലേ? എയുടെ വില നമ്മൾ എന്തെഴുതി? 5F ഇൻറ്റു R പ്ലസ് H ഡിവൈഡഡ് ബൈ 7MR. സോനു ഇവിടെ F is MA മൈനസ് F ആൻഡ് ആക്സിലറേഷൻ. ഓക്കെ, ആക്സിലറേഷന് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കൊടുക്കാം. കറക്റ്റാണ്. F is equal to MA എന്ന് വരും. ഫ്രിക്ഷൻ 0 ആകുമ്പോൾ ഇക്വേഷൻ നമ്പർ 1ൽ നിന്ന്. സോ F ആൻഡ് F ക്യാൻസൽസ്, M ആൻഡ് M ഓൾസോ ക്യാൻസൽസ്. സോ എന്ത് കിട്ടും? 7R ഈസ് ഈക്വൽ ടു, അല്ലേ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7R ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു R പ്ലസ് H എന്ന് വരത്തില്ലേ? So 5R 7R 2R is equal to 5H. So H is equal to 2R/5. കണ്ടോ? Hൻ്റെ വില 2R/5 ആകുമ്പം നിങ്ങളിത് ബാക്കിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പോയി
ലാസ്റ്റ് എവിടെ വരും? ഫ്രിക്ഷൻ 0 ആവുന്നുള്ള അവസ്ഥ വരും കേട്ടോ. സോ എച്ചിൻ്റെ വില 2R/5 ഫ്രിക്ഷൻ വിൽ ബി 0. സോ ഓപ്ഷൻ സി ശരിയാണ്, ഡി തെറ്റാണ്, എയും തെറ്റാണ്. ക്വസ്റ്റ്യൻ നമ്പർ 12 യു ക്യാൻ സോൾവ് ലൈക്ക് ദിസ്. ഓക്കെ. Next question, question number 13 ആണ്. An alternating voltage V is equal to 6 sin 20t plus 8 cos 20t is applied to a series resonance circuit as shown. The correct statement, ഇതിനകത്ത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയണം. ഒരു LCR സർക്യൂട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം വോൾട്ടേജ് രണ്ട് ഹാർമോണിക് ഫംഗ്ഷൻ്റെ സമ്മായിട്ടാണ് തന്നിരിക്കുന്നത്. ഇതിനകത്ത് ഒമേഗയിൽ ചേഞ്ച് ഇല്ലാത്തത് കൊണ്ട് കോമൺ ആയിട്ടുള്ള ആംഗുലാർ ഫ്രീക്വൻസിയും എത്ര തന്നെ ആയിരിക്കും? 20 ആയിരിക്കും. ഓക്കെ, 20 റേഡിയൻ പെർ സെക്കൻഡ് ആയിരിക്കും. Now, കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. കപ്പാസിറ്റൻസ് ഇത് റെസൊണൻസ് സർക്യൂട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. റെസൊണൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തെഴുതാം? എക്സ് സി ഈസ് ഈക്വൽ ടു എക്സ് എൽ എന്ന് എഴുതാം അല്ലേ. 1/c ഒമേഗ ആണ് എക്സ് സി. എക്സ് എല്ലിന് പകരം എൽ ഒമേഗ എന്ന് എഴുതാം. അപ്പോൾ സിയുടെ വാല്യൂ എന്ത് വരും? സിയുടെ വാല്യൂ നത്തിങ് ബട്ട് 1/L omega square. Isn't it? 1/L value is 0.2 into omega square is 400. So what will happen? This is nothing but 2 into 40, 1/80. 1/80 farad ആണ്. Yes or no? Yes, 1/80 farad. So you know 1/80 is 0.125. 1/80 ആകുമ്പോൾ 0.0125 farad ആണ്. And this is actually what? 12.5 millifarad ആണ്. കറക്റ്റ് ആണ്. ഓപ്ഷൻ എ കപ്പാസിറ്റൻസ് 12.5 millifaradന് ഈക്വൽ ആണ്. ഓപ്ഷൻ ബി പറയുന്നു ആർ എം എസ് കറണ്ട് എന്ന സർക്യൂട്ട് ഈസ് 2 ആംപിയർ. ഈ സർക്യൂട്ടിൽ ആർ എം എസ് കറണ്ട് വേഗത്തിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാമല്ലോ. ആർ എം എസ് കറണ്ട് ഈസ് ഈക്വൽ ടു ആർ എം എസ് വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്. കാരണം എന്താ? ഇത് റെസൊണൻസ് സർക്യൂട്ട് ആയതുകൊണ്ടേ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. ഈ രണ്ട് റിയാക്ടൻസുകൾ ക്യാൻസൽ ചെയ്ത് പോകും. സർക്യൂട്ട് ഈസ് പ്യുവർലി റെസിസ്റ്റൻസ്. ആർ എം എസ് വോൾട്ടേജ് കണ്ടുപിടിക്കണം. ശ്രദ്ധിക്കുക, ഈ രണ്ട് വോൾട്ടേജുകൾ ഫേസർ അഡിഷൻ വഴി നമുക്കിതിൻ്റെ പീക്ക് വാല്യൂ എന്ന് പറയുന്നത് √6² + 8² ആയിരിക്കും. ദാറ്റ് ഈസ് ട്രിപ്ലറ്റ് ആണ്. 6, 8, 10 ആണ്. പീക്ക് വാല്യൂ 10 ആയിട്ട് വരുന്ന ഹാർമോണിക് ഫംഗ്ഷൻ്റെ ആർ എം എസ് വാല്യൂ 10/√2 ആണ്. സോ 10/√2 into 5. So this is 2. So RMS current in the circuit is 2/√2, that is nothing but √2 ampere. So option B is the wrong answer. Option B is the wrong answer. The current is √2 ampere. Okay, നമുക്ക് ഓപ്ഷൻ സി നോക്കാം. പവർ ഡെസിപ്പേറ്റഡ് ഇൻ ദ സർക്യൂട്ട് 10 വാട്ട് ആണ്. പവറിൻ്റെ ഇക്വേഷൻ എന്താണ്? പവറിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് മാത്രമുള്ള സർക്യൂട്ട് ആയതുകൊണ്ട് IRMS² × R എന്ന് എഴുതാം. IRMS സ്ക്വയർ എന്ന് പറഞ്ഞാൽ √2ൻ്റെ സ്ക്വയർ 2 ആണ്, റെസിസ്റ്റൻസ് 5 ആണ്. ഒബ്വിയസ്ലി ഇറ്റ് ഈസ് 10 വാട്ട്, 10 വാട്ട്. സോ ഓപ്ഷൻ സി കറക്റ്റ് ആൻസർ ആണ്. ഓപ്ഷൻ ഡി ക്വാളിറ്റി ഫാക്ടർ ഓഫ് ദ സർക്യൂട്ട് ഈസ് 0.8. ലെറ്റ്സ് ചെക്ക് അബൌട്ട് ക്വാളിറ്റി ഫാക്ടർ. അപ്പം ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ക്വാളിറ്റി ഫാക്ടറിൻ്റെ ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്കത് ഈസി ആയിട്ട് ചെയ്യാം. എന്താണ് ക്വാളിറ്റി ഫാക്ടറിൻ്റെ ഇക്വേഷൻ ഫോർ ദ റെസൊണൻസ് സർക്യൂട്ട്, സീരീസ് റെസൊണൻസ് സർക്യൂട്ട്? ക്വാളിറ്റി ഫാക്ടർ ഈസ് 1/R × √L/C. ശരിയല്ലേ? 1/R is 1/5 into √L is 0.2 divided by C value നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 12.5 മില്ലി ആണ് 10⁻³ ക്ലിയർ. ഇതെന്ത് വരും? ദിസ് ക്യാൻ ബി സോൾവ്ഡ് ആസ് 10⁻³ മുകളിൽ എഴുതാം നിങ്ങൾക്ക്, 1/5 എഴുതാം. ദിസ് വിൽ ബി 10⁻³ എഴുതിയാൽ 200 divided by 12.5. ഓക്കെ, സോ നമുക്ക് ഇത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഇസ് 25 ആൻഡ് 400. 400 ഈസ് 4 × 100. സോ എന്ത് വരും? 100/25 ഈസ് 4. സോ 4 4 16. സോ 4/5 എന്ന് വരും ആൻസർ. ദിസ് 5 ആൻഡ് ദിസ് ഇസ് 4. 4/5 ഈസ് നത്തിങ് ബട്ട് 0.8. അതുകൊണ്ട് ക്വാളിറ്റി ഫാക്ടർ ഈസ് ഓൾസോ 0.8. കറക്റ്റ് ആൻസർ ആണ്. ഓപ്ഷൻ ഡി ഈസ് ഓൾസോ കറക്റ്റ്. അപ്പോൾ എ സി ഡി കറക്റ്റ് ആണ്, ബി ഈസ് ദ റോങ് ആൻസർ. ഓക്കെ, ലെറ്റ്സ് മൂവ് വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ 14. 14ാമത്തെ ചോദ്യം നോക്കുക. വൈറ്റ് ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് ഇൻ റേഞ്ച് 400 നാനോമീറ്റർ ആൻഡ് 700 നാനോമീറ്റർ ഈസ് ഇൻസിഡൻറ്റ് നോർമലി ഓൺ എ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് അപ്പാരറ്റസ്. ഈ അപ്പാരറ്റസിനകത്ത് 400ഉം 700ഉം വന്ന് വീഴുന്നുണ്ട്. The distance between the slit is 1 millimeter and distance between plane of the slits and the screen is 0.8 meter. At a point on the screen, just in front of one of the slits, the missing wavelength is. ശരിയല്ലേ? അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ
ഇത് സ്മോൾ ഡി ആണ്, ഇത് ക്യാപിറ്റൽ ഡി ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. ഈ ഒരു സ്ലിറ്റിൻ്റെ തൊട്ട് മുന്നേ, ദറ്റ് ഈസ് ദ സെൻട്രൽ പോർഷൻ. അപ്പം നമ്മുടെ y വാല്യൂ എന്ന് പറയുന്നത് സെൻറ്ററിൽ നിന്ന് മെഷർ ചെയ്യുന്നതാണ്. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഏത് വേവ് ലെങ്ത് ആയിരിക്കും മിസ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഈ മിസ്സിംഗ് വേവ് ലെങ്ത് എന്ന് പറയുന്നത് ആക്ച്വലി ഡാർക്കിൻ്റെ കണ്ടീഷനാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസൈൻ ചെയ്തപ്പോഴത്തേക്ക് അവർ തന്നിരിക്കുന്ന ഡിയുടെ വാല്യൂ 1 മില്ലിമീറ്ററും ക്യാപിറ്റൽ ഡി എന്ന് പറയുന്ന ആ ഒരു സ്ക്രീൻ സ്ലിറ്റ് ഡിസ്റ്റൻസിൻ്റെ വില 0.8 മീറ്ററും ആയതുകൊണ്ട് ഏത് അപ്രോക്സിമേഷൻസ് നിങ്ങൾക്ക് എഴുതാം? ഡി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു അല്ലേ എൻ ലാംഡ ഫോർ ബ്രൈറ്റ്, ഇവിടെ ഡാർക്ക് ആയതുകൊണ്ട് n മൈനസ് ഹാഫ് ലാംഡ. സൈൻ തീറ്റയ്ക്ക് പകരം നിങ്ങൾക്ക് എന്ത് എഴുതാം? ടാൻ തീറ്റ എഴുതാം. ഓർമ്മയുണ്ടല്ലോ, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് y ബൈ ഡി എന്ന് വരും, ഈസ് ഈക്വൽ ടു n മൈനസ് ഹാഫ് ലാംഡ എന്ന് എഴുതാം. നമുക്ക് വേണ്ട വൈയുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഈ സ്ലിറ്റിൻ്റെ ടോട്ടൽ ലെങ്ത് ആണ് ഡി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വൈയുടെ പൊസിഷൻ d ബൈ 2 വരും. സോ d സ്ക്വയർ ബൈ 2d എന്നത് വരുന്നു, ഈസ് ഈക്വൽ ടു ഇതെന്ത് വരും? 2n മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ലാംഡ. ഈ 2 ക്യാൻസൽ ചെയ്ത് കളയാം. സോ യു ആർ ഗെറ്റിംഗ് ദ ലാംഡ. അതായത് ഈ കണ്ടീഷനിൽ നിന്ന് നമ്മളിങ്ങനെ എഴുതി വന്നതുകൊണ്ട് ഈ കറസ്പോണ്ടിങ് ലാംഡകൾ ഡാർക്ക് തരും. ഡാർക്ക് മീൻസ് അത് ആബ്സെൻ്റ് ആയിരിക്കും. So lambda will be d square divided by 2n minus 1 into t. You just have to solve this thing. D square, d is 1 millimeter, so 1 into 10 power minus 3 the whole square divided by 2n minus 1 into d. Capital D യുടെ വാല്യൂ എത്രയാണ്? 0.8 ആണ്. സോ എത്ര വരും? ദിസ് ഇസ് 10 പവർ മൈനസ് 6, ഇത് 0.8 ആണ് അല്ലേ? 0.8 എന്ന് പറയുമ്പോഴത്തേക്ക് 0.0125 ഇൻറ്റു 10 പവർ മൈനസ് 6 എന്ന് വരും. 0.0125 into 10 power minus 6 is 1250 nanometer എന്ന് എഴുതാം. So I can write this thing as lambda as 1250 nanometer divided by 2n minus 1. അപ്പോൾ നമുക്ക് n is the position. നിങ്ങൾ നോക്കുക, നമ്മുടെ വേവ് ലെങ്തിൻ്റെ റേഞ്ച് 400 തൊട്ട് 700 വരെയുള്ള വേവിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം 400 എന്ന് വരണമെങ്കിൽ 12,000 ആണ് ന്യൂമറേറ്ററിൽ അപ്രോക്സിമേറ്റ്ലി ഉള്ളത്. അപ്പോൾ ഡിവൈഡഡ് ബൈ 3 എന്നുള്ള സെൻസ് വരണം. ഡിവൈഡഡ് ബൈ 3 വരണമെങ്കിൽ n ഷുഡ് ബി എത്ര ആയിരിക്കണം? ഇത് 3 ആകണമെങ്കിൽ 4 and 2 വരണം അല്ലേ? n is equal to 2-ൽ എന്ത് വരും? ലാംഡ ഈസ് 1250 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. 1250 ഡിവൈഡഡ് ബൈ 3 ഈസ് 416.6. 416.66, that is 416.7 നാനോമീറ്റർ. അപ്പോൾ രണ്ടാമത്തെ ഡാർക്ക് എന്ന് പറയുന്നത്, രണ്ടാമത്തെ ഡാർക്കിൻ്റെ പൊസിഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ലെങ്ത് അല്ലേ 416.7 നാനോമീറ്റർ. അപ്പം ആ 416.7 നാനോമീറ്റർ ആബ്സെൻ്റ് ആയിരിക്കും. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന വേവ് ലെങ്ത് നോക്കിക്കോണേ, 400-നെക്കാട്ടി കൂടുതലാണ് വേണ്ടത്. ഇവിടെ എന്നിൻ്റെ വില നിങ്ങൾ കൂട്ടിയാൽ ലാംഡ കുറയും. അപ്പോൾ എന്നിനെ കുറയ്ക്കണം, ശരിയല്ലേ? എന്നിനെ കുറയ്ക്കുമ്പോൾ എന്നിൻ്റെ നെക്സ്റ്റ് വാല്യൂ 1 ആണ്. n 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് 2 ഇൻറ്റു 1 2 മൈനസ് 1 2 വരത്തുള്ളൂ. പിന്നെ മിസ്സിംഗ് വേവ് ലെങ്ത് 1250. അപ്പോൾ 416.7 കഴിഞ്ഞിട്ട് മിസ്സിംഗ് വേവ് ലെങ്ത് 1250 നാനോമീറ്റർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 400-നും 700-നും ഇടയ്ക്ക് മിസ്സാകുന്നത് 416.7 ഉള്ളൂ. ബാക്കി ഓപ്ഷൻസ് എല്ലാം റോങ് ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 15 മൂവ് ചെയ്യാം. During an experiment, an ideal gas is found to obey a condition p square by rho is constant. So rho is equal to density, p is equal to pressure. The gas is initially at a temperature T, pressure P and density rho. The gas expands such that density changes to rho by 2. അപ്പം ഗ്യാസിൻ്റെ ഇനിഷ്യൽ ടെമ്പറേച്ചർ Tയും പ്രഷറും ഡെൻസിറ്റിയും എല്ലാം തന്നിട്ടുണ്ട്. ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നത് വഴി ഡെൻസിറ്റിയുടെ ചേഞ്ച് പകുതിയാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഒരു ഐഡിയൽ ഗ്യാസ് ആണ്. അപ്പോൾ ഓൾ ദ ടൈം PV ഈസ് ഈക്വൽ ടു nRT എന്ന് പറയുന്ന ഇക്വേഷൻ വാലിഡ് ആണെന്ന് മനസ്സിലാക്കണം. 2, നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ഇക്വേഷൻ ഓഫ് ദ പ്രോസസ്സ് എന്ന് പറയുന്നത് p സ്ക്വയർ ബൈ റോ എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റൻ്റ് എന്നുള്ള ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പം ഞാൻ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കേണ്ടത്? പ്രഷർ ഓഫ് ദ ഗ്യാസ് എന്ന് പറയുന്നതിൻ്റെ ചേഞ്ചാണ് ഓപ്ഷൻ 1-ൽ ചോദിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഡെൻസിറ്റിയുടെ ചേഞ്ച് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. പ്രഷർ ചേഞ്ച് ചോദിച്ചാൽ ഡെൻസിറ്റിയും പ്രഷറും തമ്മിലുള്ള റിലേഷൻ എഴുതണം, ശരിയല്ലേ? ഡെൻസിറ്റിയും പ്രഷറും തമ്മിലുള്ള റിലേഷൻ ആ പ്രോസസ്സിൻ്റെ ഇക്വേഷൻ തന്നെ തന്നിട്ടില്ലേ? ഡെൻസിറ്റി പകുതിയാവുകയാണെങ്കിൽ ഇത് കോൺസ്റ്റൻ്റായിട്ട് വരണമെങ്കിൽ ഈ ടേമും പകുതിയാകണം. പി സ്ക്വയർ പകുതിയാകണമെങ്കിൽ p 1/√2 ആകണം. എന്നാലല്ലേ p സ്ക്വയർ എടുക്കുമ്പം p/√2 ആകത്തുള്ളൂ. അപ്പോൾ p അല്ലേ പ്രഷറിൽ വരുന്ന ചേഞ്ച് 1/√2 ആണ്. പ്രഷർ ബിക്കംസ് p/√2. ഇവർ പ്രഷർ
√2p ആകും എന്നാണ് പറയുന്നതല്ല, p/√2 ആണ് പ്രഷർ ആകേണ്ടത്. അപ്പോൾ ഓപ്ഷൻ എ തെറ്റാണ്. ഓപ്ഷൻ ബി നോക്കുക, ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസ് √2t ആകും എന്ന് പറയുന്നു. നമുക്ക് പിയും റോയും തമ്മിലുള്ള ഇക്വേഷൻ തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ടെമ്പറേച്ചറും റോയും തമ്മിലുള്ള ഇക്വേഷൻ അറിയാമെങ്കിൽ റോയുടെ ചേഞ്ചിനനുസരിച്ച് ടെമ്പറേച്ചറിൻ്റെ ചേഞ്ച് പറയാൻ പറ്റും. നമുക്കത് എങ്ങനെ ചെയ്യാൻ പറ്റും? നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിൽ നമുക്ക് PV = nRT എന്ന് പറയുന്ന ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ നമ്പർ ഓഫ് മോൾസിനെ മാസ് ബൈ മോളാർ മാസ് എന്ന് എഴുതാം. മോളാർ മാസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ PM = ρRT എന്നുള്ള ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു കാണും. ഇതും ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ്റെ മറ്റൊരു ഫോർമാറ്റാണ്. ഇതിൽ മോളാർ മാസ് കോൺസ്റ്റൻ്റ് ആണ്, R കോൺസ്റ്റൻ്റ് ആണ്. എനിക്ക് വേണ്ടത് റോയും ടിയും തമ്മിലുള്ള ഇക്വേഷനാണ്. പിയെ ഒഴിവാക്കണം. പിയെ ഒഴിവാക്കാനായിട്ട് പ്രീവിയസ് ആയിട്ടുള്ള ഇക്വേഷൻ എഴുതുക. p² = റോ ഇൻറ്റു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാൻ പറ്റും? പിക്ക് പകരം നിങ്ങൾക്ക് എന്തെഴുതാൻ പറ്റും? √റോ ഇൻറ്റു കോൺസ്റ്റൻറ്റിൻ്റെ സ്ക്വയർ റൂട്ട് എന്താണ്? കോൺസ്റ്റൻറ്റ് തന്നെയാണ്. സോ എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു √റോ എന്ന് പിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. M ആൻഡ് റോ ആൻഡ് RT, ശരിയല്ലേ? ഇതെല്ലാം കോൺസ്റ്റൻറ്റ് ടേംസ് ആണ്. നിങ്ങളതിനെപ്പറ്റി ബോധർ ചെയ്യേണ്ട കാര്യമില്ല. റോയും തമ്മിൽ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്? √റോ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം എന്ന് വന്നു. ഇല്ലെങ്കിൽ നിങ്ങളിതിനെ എന്ത് ചെയ്യുക? ടൈമല്ല, ടെമ്പറേച്ചർ എന്ന് പറയും. ഇതിനെ നിങ്ങൾ വീണ്ടും എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതിനെ സ്ക്വയർ ചെയ്യുകയാണെങ്കിലും മാറ്റമൊന്നും വരില്ലല്ലോ. റോ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു T² എന്ന് വരുന്നു, ശരിയല്ലേ? അപ്പം ചോദ്യം എന്താണ്? റോ പകുതിയാകുമ്പോൾ ടെമ്പറേച്ചർ എത്രയാകും? റോ ബിക്കംസ് വാട്ട്? റോ ഇൻറ്റു T² ആണ് കോൺസ്റ്റൻറ്റ്, ശരിയല്ലേ? അപ്പം റോ എന്ന് പറയുന്നത് എത്രയായി? ρ/2 ആയി. അങ്ങനെയാണെങ്കിൽ ഇത് 2 ടൈംസ് ആവണം. ഇത് 2 ടൈംസ് ആകണമെങ്കിൽ ടെമ്പറേച്ചർ √2 ടൈംസ് ആകണം. ദെൻ ഓൺലി T² ബിക്കംസ് 2 ടൈംസ്. സോ ടെമ്പറേച്ചർ √2t ആകുമെന്ന് പറയുന്ന ബി ഓപ്ഷൻ ശരിയാണ്. ഓക്കെ. മൂന്നാമത്തത് സിയിൽ പറഞ്ഞിരിക്കുന്നത് ഗ്രാഫ് ഓഫ് ദ എബോവ് പ്രോസസ് PT ഡയഗ്രാം, പിയും ടിയും തമ്മിലുള്ള റിലേഷൻ പാരബോളയാണോ ഹൈപ്പർബോളയാണോ എന്നാണ് ചോദ്യം. നമുക്ക് പിയും ടിയും തമ്മിലുള്ള റിലേഷൻ ഉണ്ടാക്കിയെടുക്കണ്ടേ? എങ്ങനെ ചെയ്യാം നമുക്ക്? നിങ്ങൾ ഇതാണ്ട് ഈ ഇക്വേഷനിൽ PM = ρRT എന്നുള്ള ഇക്വേഷനിൽ M കോൺസ്റ്റൻ്റ്, R കോൺസ്റ്റൻ്റ്, അതിനെപ്പറ്റി ബോധർ ചെയ്യേണ്ട. റോയ്ക്ക് പകരം നമുക്ക് പിയിൽ എഴുതാം, എന്നാലേ പിയും ടിയുമായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ റോയ്ക്ക് പകരം നമുക്ക് എന്തെഴുതാം? p² കോൺസ്റ്റൻ്റ് എന്ന് എഴുതാമല്ലോ, ശരിയല്ലേ? പ്രൊപ്പോർഷണലാണേ, പ്രൊപ്പോർഷണൽ ടു. ഇതൊക്കെ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഞാൻ വെറുതെ ടി മാത്രമേ എഴുതുന്നുള്ളൂ. കോൺസ്റ്റൻറ്റ് ടേംസ് എല്ലാം നമ്മൾ കളയുകയാണ്. പിയും p² ക്യാൻസൽ ചെയ്യാം, കോൺസ്റ്റൻറ്റും നമുക്ക് പോയാൽ നിങ്ങൾക്ക് P ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു T അല്ലെങ്കിൽ P ഇൻറ്റു T ഈസ് എ കോൺസ്റ്റൻറ്റ് ഫോമാറ്റാണ് കിട്ടുന്നത്. ഇത് എന്ത് റെപ്രസെൻറ്റേഷൻ ആണ്? ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ല, ദിസ് ഇസ് ദ ഇക്വേഷൻ ഓഫ് റെക്ടാങ്കുലർ ഹൈപ്പർബോള. അപ്പോൾ PT ഡയഗ്രാം നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ ഒരു ഹൈപ്പർബോള ആയിരിക്കും കിട്ടുന്നത്. ഓപ്ഷൻ ഡി ശരിയാണ്. അപ്പോൾ പാരബോള അല്ല, ഓപ്ഷൻ സി തെറ്റാണ്. സോ 15ാമത്തെ ക്വസ്റ്റ്യൻ യു ക്യാൻ ഫോളോ ദിസ് ഐഡിയ. ഓക്കെ. ഇനി നമുക്ക് ഇൻറ്റിജർ ടൈപ്പ് ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ഇൻറ്റിജർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ക്വസ്റ്റ്യൻ നല്ലതുപോലെ വായിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഫോളോ ചെയ്യാനായിട്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 16ാമത്തെ ക്വസ്റ്റ്യൻ. എ സോഴ്സ് ഓഫ് സൗണ്ട് ഓഫ് ഫ്രീക്വൻസി 1.8 kHz മൂവ്സ് യൂണിഫോംലി അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ അറ്റ് എ ഡിസ്റ്റൻസ് 250 meter ഫ്രം ഒബ്സർവർ. The velocity of source is 0.8 c, where c is the velocity of the sound. Find out the frequency of sound received by observer at the moment when the source gets closest to him. സോഴ്സ് അയാളോട് അടുത്ത് വരുമ്പോഴുള്ള ഫ്രീക്വൻസിയാണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനിലാണ് ഈ ഒബ്സർവറും ഇയാളും ഇരിക്കുന്നതെങ്കിൽ ഈ പറയുന്ന ത്രൂ ഔട്ട് മോഷൻ ഫ്രീക്വൻസി അപ്പാരൻറ്റ് വിൽ ബി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്? ഇത് നല്ലതുപോലെ റീഡ് ചെയ്ത് നോക്കുമ്പോൾ ഒരു സോഴ്സ് ഉണ്ട്, അതിൻ്റെ ഫ്രീക്വൻസി ഒറിജിനലി 1.8 kHz ആണെന്ന് വിചാരിക്കുക. ഇത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി 0.8 m/s ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് മൂവിങ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഒരു ഒബ്സർവർ ഈ മൂവ്മെൻറ്റ് പാത്തിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് അകലെയാണ്? 250 മീറ്ററിലാണ് ഒബ്സർവർ നിൽക്കുന്നത്. ദിസ് ഇസ് ദ സോഴ്സ്. ഓക്കെ. ഇനി ഇങ്ങനെയാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പം ഈ സോഴ്സ് എന്ന് പറയുന്നത് മൂവ് ചെയ്ത് ഒബ്സർവറിന് അടുത്തെത്തുമ്പോൾ, ദാറ്റ് ഈസ് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഇത് തുടങ്ങുന്നു എന്ന് കരുതുക. ബി എന്ന് പറയുന്ന പോയിന്റിൽ ഇത് എത്തുമ്പോൾ ഒബ്സർവറിന് ഫീൽ ചെയ്യാൻ പറ്റുന്ന സൗണ്ട് ഫ്രീക്വൻസി ഡോപ്ലർ എഫക്റ്റ് വെച്ച് നിങ്ങൾ കണ്ടുപിടിക്കണം. ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പോയിന്റ്, ഇത് ബിയിലെത്തുന്ന സമയത്ത്, സോഴ്സ് ബിയിലെത്തുന്ന ഇൻസ്റ്റൻറ്റിൽ സോഴ്സിൽ നിന്നുള്ള അപ്പാരൻറ്റ് ഫ്രീക്വൻസി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് വേരിയേഷൻ ചെയ്യുന്നുണ്ട്. സോഴ്സ് മറ്റേതോ പോയിന്റുകളിൽ എത്തുമ്പോൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവാണ്
ട്രാവൽ ചെയ്ത് എവിടെ എത്തുന്നത്, നമ്മുടെ ഒ എന്ന് പറയുന്ന പോയിന്റിൽ എത്തുന്നത്. പക്ഷെ ആ സമയം കൊണ്ട് സോഴ്സ് ബിയിലെത്തി കാണും. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പം സോഴ്സ് ബി എന്ന് പറയുന്ന പോയിന്റ് അല്ലെങ്കിൽ ഒബ്സർവറിന് ക്ലോസ് പോയിന്റ് അല്ലേ, ഒബ്സർവറിന് ഏറ്റവും ക്ലോസ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിലുള്ള പോയിന്റിൽ എത്തുമ്പോൾ എക്സാക്ട്ലി സോഴ്സിൻ്റെ മൂവ്മെൻറ്റ് ഒബ്സർവറിന് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് അറ്റ് പർട്ടിക്കുലർ പോയിന്റ് ബി ദർ ഇസ് നോ ഡോപ്ലർ എഫക്റ്റ്. പക്ഷേ ഇതിന് കേൾക്കാൻ പറ്റിയത് മുമ്പ് എവിടെയോ ഉള്ള പൊസിഷൻ വെച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന പൊസിഷനിൽ അല്ലേ ഈ സോഴ്സ് പുറപ്പെടുവിക്കുന്ന ഒരു വേവ് ട്രാവൽ ചെയ്ത് ഓയിലെത്തുന്നു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അത്രയും സമയം കൊണ്ട് നമ്മളുടെ എസ് എന്ന് പറയുന്നത് ബിയിൽ മൂവ് ചെയ്തു. സോ ദിസ് ആംഗിൾ വിൽ ബി തീറ്റ. ആ ഇൻസ്റ്റൻറ്റിൽ ഇതുണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. സോ ഹൗ വി ക്യാൻ പ്രൊസീഡ് ഫർദർ? ഈ സോഴ്സ് എന്ന് പറയുന്നത് മൂവ് ചെയ്യുന്നത് 0.8 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലാണ്. നമ്മൾ ഡോപ്ലർ ഷിഫ്റ്റ് അപ്ലൈ ചെയ്യുമ്പം യു ഹാവ് ടു അപ്ലൈ along the line connecting source and observer. അല്ലേ, സോഴ്സും ഒബ്സർവറും തമ്മിലുള്ള ഈ ലൈൻ കണ്ടോ, ഈ പറയുന്ന കണക്ഷൻ ലൈൻ ലോങ് മാത്രമേ നിങ്ങൾ ഡോപ്ലർ എഫക്റ്റ് അപ്ലൈ ചെയ്യാവൂ. അപ്പോൾ ഡോപ്ലർ എഫക്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഇൻസ്റ്റൻറ്റിൽ നിങ്ങളിവിടെ എടുക്കേണ്ട സോഴ്സിൻ്റെ വെലോസിറ്റി 0.8c അല്ല, 0.8cയുടെ ഈ ലൈനിലുള്ള കോമ്പണൻ്റായ 0.8c കോസ് തീറ്റയാണ്. സോ വെലോസിറ്റി ഓഫ് അപ്രോച്ച് എന്ന് പറയുന്നത് 0.8c കോസ് തീറ്റയായിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി നിങ്ങൾക്ക് ഡോപ്ലർ എഫക്റ്റിൻ്റെ അപ്പാരൻറ്റ് ഫ്രീക്വൻസി ഷിഫ്റ്റിൻ്റെ ഇക്വേഷൻ അറിയാമല്ലോ. പുതിയ ഫ്രീക്വൻസി അല്ലെ അപ്പാരൻറ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ പഴയ ഫ്രീക്വൻസി ഇൻറ്റു ന്യൂമറേറ്ററിൽ ലിസണറിൻ്റെ ടേമാണ് നമ്മൾ ഇടേണ്ടത്. ലിസണർ റെസ്റ്റിലായതുകൊണ്ട് അവിടെ സി എന്ന് പറയുന്ന സൗണ്ട് വെലോസിറ്റി മാത്രം ഇട്ടാൽ മതി. ഇത് അപ്രോച്ച് ചെയ്യുന്നത് കൊണ്ട് ഫ്രീക്വൻസി കൂടും. സോ ഡിനോമിനേറ്ററിൽ നെഗറ്റീവ് ടേം ആയിരിക്കും വരുന്നത്. സോ സി മൈനസ് ഇത് അപ്രോച്ച് ചെയ്യുന്ന വെലോസിറ്റി 0.8c കോസ് തീറ്റയാണ്. സോ ഒറിജിനൽ ഫ്രീക്വൻസി നമുക്കറിയാം 1.8 കിലോ ഹെഡ്സ് ആണ്. സി നിങ്ങൾക്ക് കോമൺ എടുത്താൽ സി നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. സോ 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.8 കോസ് തീറ്റ. ഇതിലാണ് നമ്മളുടെ മെയിൻ ഒരു ട്രിക്ക് ഇരിക്കുന്നത്. ഈ കോസ് തീറ്റ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഉത്തരം കിട്ടത്തുള്ളൂ. ഇവിടെ കോസ് തീറ്റ കണ്ടുപിടിക്കാൻ മറ്റ് കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. ഈ 250 മീറ്റർ നിലവിലുണ്ട്, പക്ഷേ നമുക്ക് ഇതിൻ്റെ ബേസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഹൈപ്പോട്ടിന്യൂസ് അറിയില്ല. അപ്പോൾ കോസ് തീറ്റ കണ്ടുപിടിക്കുന്ന ടെക്നിക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. എ മുതൽ ബി വരെ നമ്മളുടെ സോഴ്സ് എത്താനെടുക്കുന്ന സമയം ടി ആണെങ്കിൽ അത്രയും സമയം കൊണ്ട് സോഴ്സിൽ നിന്ന് ആദ്യമേ എമിറ്റ് ചെയ്തൊരു വേവ് ഇവിടെ എത്തുന്നുണ്ട്. സോ ആ വേവ് സഞ്ചരിക്കുന്ന ഡിസ്റ്റൻസ്, വേവ് പോകുന്ന വെലോസിറ്റി സി ആണെങ്കിൽ ടി സമയം കൊണ്ട് അത് കവർ ചെയ്യുന്ന ഈ ഡിസ്റ്റൻസ് സി ടി ആയിരിക്കും. 0.8cയിൽ മൂവ് ചെയ്യുന്ന സോഴ്സ് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് 0.8c ഇൻറ്റു ടി ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ സോഴ്സ് ബിയിലെത്തുമ്പോൾ സോഴ്സിൽ നിന്ന് എ പൊസിഷനിൽ പുറപ്പെട്ട സൗണ്ട് വേവ് സിയിൽ ഒയിലെത്തുന്നു, ഒബ്സർവറിൽ എത്തുന്നു എന്നുള്ള അനുമാനത്തിൽ നമുക്കങ്ങനെ പറയാം. ഈ രണ്ട് ഡേറ്റ വെച്ചിട്ട് നിങ്ങൾക്ക് കോസ് തീറ്റ നോക്കിക്കഴിഞ്ഞാൽ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ചെയ്യുമ്പോൾ എന്ത് വരും? കോസ് തീറ്റ. ശരിയല്ലേ? കോസ് തീറ്റ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് അഡ്ജസൻറ്റ് എന്താണ്? സി ടി ആണ്. അഡ്ജസൻറ്റ് 0.8ct ആണ്, ഹൈപ്പോട്ടിന്യൂസ് സി ടി ആണ്. നിങ്ങൾക്കത് ക്യാൻസൽ ചെയ്യുമ്പം കോസ് തീറ്റയുടെ വില 0.8 തന്നെ ആയിരിക്കും വരുന്നത്. ആ 0.8 നിങ്ങൾ കോസ് തീറ്റയ്ക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 0.8 ഇൻറ്റു 0.8 സ്ക്വയർ ദാറ്റ് ഈസ് 0.64 എന്ന് വരും. സോ 1.8 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.64 ഈസ് 0.36. ശരിയല്ലേ? 0.36. ഇതിനെ നമുക്ക് എന്തെഴുതാം? ഇതിനെ നിങ്ങൾക്ക് 180, 100 കൊണ്ട് മുകളിലും താഴെയും ഗുണിക്കുമ്പോൾ 180 ഭാഗം 36 എന്ന് എഴുതാം. ദിസ് ഇസ് നത്തിങ് ബട്ട് 5 കിലോ ഹെഡ്സ്. കാരണം 1.8 കിലോ ഹെഡ്സിലായതുകൊണ്ട് ആൻസറും 5 കിലോ ഹെഡ്സിൽ തന്നെ എടുക്കുക. സോ ഫൈൻഡ് ഔട്ട് ദ ഫ്രീക്വൻസി ഇൻ കിലോ ഹെഡ്സ്. സോ ദ ഇൻഡിജർ ആൻസർ ഈസ് 5. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 16 നിങ്ങൾ നോക്കുക. 2 പോയിന്റ് ചാർജസ് Q ആർ പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് R ഫ്രം ഈച്ച് അതർ ഇൻ വാക്വം. രണ്ട് ചാർജുകൾ Q എന്ന് പറയുന്നത് R ഡിസ്റ്റൻസിൽ നമ്മൾ വാക്വത്തിൽ വെച്ചാൽ ഫോഴ്സ് ബിറ്റ്വീൻ ദം F1. ഇതിൻ്റെ ഇടയ്ക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് തീർച്ചയായിട്ടും KQ²/R² എന്ന് എഴുതാം. ഇക്വേഷൻ നമ്പർ 1. One of the charge is spread uniformly over the surface of hemispherical bowl of radius R. ഈ ഒരു ഹെമിസ്ഫെറിക്കൽ ബൗളിൽ നമ്മൾ ഒരു ചാർജ് ടോട്ടലി അങ്ങ് സ്പ്രെഡ് ചെയ്യിച്ചു. എന്നിട്ട് അതർ ചാർജ്, ഇപ്പം ഇത് മൊത്തത്തിൽ Q ആണ്, മറ്റേ ചാർജ് എന്ത് ചെയ്യുന്നു? സ്പ്രെഡ് യൂണിഫോംലി ഓവർ ദ വോളിയം ഓഫ് സ്പിയർ. മറ്റേ ചാർജ് ടോട്ടൽ Q നമ്മൾ ഈ വോളിയം ഓഫ് സ്പിയറിൽ മൊത്തത്തിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് ഇവിടെ കൊണ്ടുവയ്ക്കുകയാണ്. ഇതിൻ്റെ റേഡിയസ് ചെറിയ R എന്ന് തന്നിട്ടുണ്ട്. R സ്മോൾ ദാൻ ഹാഫ് ഓഫ് റേഡിയസ്, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് വെരി ലെസ് എന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ആൻഡ് ബോത്ത് ഹാവ് കോമൺ സെൻറ്റർ. രണ്ടും ഒരേ സെൻറ്ററിലാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് +Q ഉണ്ട്, ഇവിടുത്തെ ചാർജ് +Q ഇവിടെ ടോട്ടലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്.
ഫോഴ്സ് ഓൺ ദിസ് സ്പിയർ, ഈ സ്പിയറിൽ വരുന്ന ഫോഴ്സിൻ്റെ വില F1/n ആണെങ്കിൽ F1ൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ എഴുതിയാൽ എന്നിൻ്റെ വില എത്ര? ഇതാണ് ചോദ്യം. ഇതിൽ ബേസിക് ആയിട്ട് അറിയേണ്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഒരു ഹെമിസ്ഫിയർ, ഒരു ചാർജ്ഡ് ഹെമിസ്ഫിയർ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ, ഓക്കെ, ഈ ഒരു ഹെമിസ്ഫെറിക്കൽ ബൗൾ നിങ്ങൾ പരിഗണിച്ചാൽ ഇതിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ആണെങ്കിൽ ഇതിൽ വരുന്ന ഫോഴ്സ് എപ്പോഴും വെർട്ടിക്കലി അപ്പ് ആയിരിക്കും. ഇതിൽ വരുന്ന ഇൻറ്റൻസിറ്റി, ആ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ പഠിച്ചു വെച്ചുകൊള്ളണം. ഡിറൈവേഷൻ ചെയ്ത് കാണിക്കാനുള്ള സമയം ഇവിടെ ഇല്ല. നിങ്ങളിവിടെ ചെറിയ ചെറിയ റിങ്ങുകൾ എടുത്തുകൊണ്ട് ഡിറൈവ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പാച്ച് ഓഫ് ഏരിയ എടുത്ത് ഡിറൈവ് ചെയ്യാം. ഇനി ഹൗ E is equal to sigma by 4 epsilon 0. This is the intensity because of a bowl of charges. Okay. ഇതിൽ സിഗ്മ എന്ന് പറയുന്നത് സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ്. വെളിയിലുള്ള സർഫസ് മാത്രം എഴുതിയാൽ മതി, ബിക്കോസ് ഇറ്റ്സ് ഓൺലി തിൻ ഷെൽ. അതുകൊണ്ടാണ്. സോ Q ഡിവൈഡഡ് ബൈ സർഫസ് ഏരിയ എന്ത് എഴുതാം? 4πr² ഫുൾ സ്പിയറിന് 2πr² ഫോർ ദിസ് ഹെമിസ്ഫെറിക്കൽ ഷെൽ. സോ ഇൻറ്റൻസിറ്റി നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന വാല്യൂ കിട്ടത്തില്ലേ? എന്ത് വരും അത്? ദിസ് ഇസ് സ്മോൾ q ആണ് ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിരിക്കുന്നത്. സോ ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ Q ബൈ അല്ലേ 4 ഇൻറ്റു 2, 4 ഇൻറ്റു 2πr² ഇൻറ്റു എപ്സിലോൺ 0 എന്ന് കിട്ടി. ഇത് നമുക്ക് ഇൻറ്റൻസിറ്റി ആയിട്ട് മനസ്സിലായി. ഇനി ഈ ഇൻറ്റൻസിറ്റി അനുഭവപ്പെടുന്ന സെൻറ്റർ പോയിന്റിലാണ് നമ്മൾ ഈ ഒരു ചാർജ് Q കൊണ്ട് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അപ്രോക്സിമേഷനിൽ ഇതൊരു പോയിന്റ് ചാർജ് പോലെ നിങ്ങൾക്ക് എടുക്കാം, സെൻറ്ററിൽ വെച്ചതുപോലെ. ഈ ക്യൂവിന് മുകളിൽ ഈ ഇൻറ്റൻസിറ്റി വരുമ്പോൾ അനുഭവപ്പെടുന്ന ഫോഴ്സ് E ഇൻറ്റു Q അല്ലേ? സോ ഇതിനെ വീണ്ടും നിങ്ങൾ Q കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം Q² എന്ന് വരും. ദിസ് ഇസ് ദ ഫോഴ്സ് F2 എന്ന് പറയുന്ന ഫോഴ്സ്, ചാർജിന് മുകളിൽ ആക്ട് ചെയ്യുന്ന F2, ദിസ് മച്ച് Q² ബൈ 4 ഇൻറ്റു 2πr² ഇൻറ്റു എപ്സിലോൺ 0. നൗ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് F1ൻ്റെ ടേമിൽ എഴുതണം. F1 എന്താണ്? 1/4π എപ്സിലോൺ 0 Q² ബൈ r². നമ്മുടെ Q²ഉം r² എടുത്തു. എപ്സിലോൺ 0 പൈ 4π എപ്സിലോൺ 0 Q² ബൈ r² മൊത്തത്തിൽ F1 ആണ്. ഡിവൈഡഡ് ബൈ അധികം വന്ന ടേം ഈ രണ്ടേ ഉള്ളൂ, അത് F1/2 എന്ന് എഴുതാൻ പറ്റി. ഈ സ്പിയറിന് മുകളിൽ ബൗൾ കൊടുക്കുന്ന അപ്വേർഡ് ഫോഴ്സ് F1/2 എന്ന് എഴുതാൻ പറ്റി. അവർ F1/n ആണെങ്കിൽ എന്നിൻ്റെ വില എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. എന്നിൻ്റെ വില നത്തിങ് ബട്ട് 2. സോ യു ഹാവ് ടു റിമെമ്പർ ദിസ് തിങ്. ഇതിൻ്റെ ഡെറിവേഷൻ ഒന്നും ഇനി അറിയേണ്ട സമയമില്ല. അറ്റ്ലീസ്റ്റ് ഈ ഒരു റിസൾട്ട് എങ്കിലും മനസ്സിലാക്കുക. ഒരു ഹെമിസ്ഫെറിക്കൽ ബൗൾ, ചാർജ്ഡ് ബൗൾ, അതിൻ്റെ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ഇൻറ്റൻസിറ്റി sigma/4 എപ്സിലോൺ 0 ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 8 നോക്കുക. 3 moles of an ideal gas undergoes a process A tends to B as shown in figure. The maximum temperature of the gas during the process is 3P0 V0 divided by lambda R. The value of lambda എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആക്ച്വലി ഈ ഒരു PV ഗ്രാഫിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? PV ഇക്വേഷൻസ് എഴുതിയ ശേഷം അതിനെ ഒരു വേരിയബിളിലാക്കി ഡിഫറൻസിയേഷൻ ചെയ്ത് ടെമ്പറേച്ചറിൻ്റെ മാക്സിമം വില കണ്ടുപിടിക്കാം. പക്ഷേ ഞാനൊരു ഷോർട്ട് ട്രിക്ക് പറഞ്ഞുതരാം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ മാക്സിമം ടെമ്പറേച്ചർ അവൈലബിൾ ആകുന്നത് മിഡ് പോയിൻ്റ് ഓഫ് ദ ഗ്രാഫിലായിരിക്കും എന്ന് മാത്രം ഓർത്താൽ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ വേഗത്തിൽ ചെയ്യാം. അതിൻ്റെ കാരണം PV എന്ന് പറയുന്നതിൽ നമ്മൾ ഐസോതേംസ് വരയ്ക്കുകയാണെങ്കിൽ ഐസോതേംസ് വിൽ ബി ലൈക്ക് ദിസ്, ഫാമിലി ഓഫ് ഐസോതേം. സോ എനി ഫാമിലി ഓഫ് ഐസോതേം നിങ്ങൾ എടുത്താൽ അത് രണ്ട് ഈക്വൽ രണ്ട് ടെമ്പറേച്ചറുകളിൽ കടന്നു പോകും. ഐസോതേം മീൻസ് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഈ പോയിൻറ്റ്സിലുള്ള ടെമ്പറേച്ചർസ് കോൺസ്റ്റൻ്റ് ആണ്. കണ്ടോ, നമ്മൾ AB എന്ന് പറയുന്ന ഈ ഗ്രാഫ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇഫ് യു ആർ ഡ്രോയിങ് ഐസോതേംസ് ലൈക്ക് ദിസ് കണ്ടിന്യൂസ്ലി, ഈ ടെമ്പറേച്ചർ തന്നെ വരണം ഇവിടെയും, ഈ ടെമ്പറേച്ചർ തന്നെ വരണം ഇവിടെയും. പക്ഷേ ഇത് മുകളിലോട്ട് നമ്മൾ വരയ്ക്കുമ്പം ഒരു പർട്ടിക്കുലർ മിഡിൽ പോയിന്റിലുള്ള ടെമ്പറേച്ചറിൽ ഗ്രാഫ് ടാൻജൻഷ്യലി ആയിരിക്കും ഐസോതേം കടന്നു പോകുന്നത്. ഇനി ഐസോതേമുകൾ മുകളിലോട്ട് പോകും തോറും അതിൻ്റെ ടെമ്പറേച്ചർ കൂടി വരും. ബിക്കോസ് ഇതിൻ്റെ ഈ ടെമ്പറേച്ചർ T1ഉം ഈ ടെമ്പറേച്ചർ T2ഉം ആണെങ്കിൽ T2 ആയിരിക്കും കൂടുതൽ. അപ്പം മുകളിലോട്ടുള്ളത് കൂടുതൽ ടെമ്പറേച്ചറാണ്. സോ മിഡ് പോയിന്റിലൂടെ കടന്നു പോകുന്ന ഈ ഐസോതേം റെപ്രസെൻറ്റ് ചെയ്യുന്നത് മാക്സിമം ടെമ്പറേച്ചറിനെ ആയിരിക്കും. സോ മിഡ് പോയിന്റിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ എഴുതിയാൽ ഫൈനൽ ആൻസർ ഈസി ആയിട്ട് കിട്ടും. എന്ത് ചെയ്യാം? ഇത് P0, ഇത് 2P0. സോ മിഡ് പോയിന്റിൻ്റെ നിങ്ങൾക്ക് എന്തെഴുതാം? 3/2P0 എന്ന് എഴുതാം. മിഡ് പോയിന്റിൻ്റെ വോളിയം എന്തെഴുതാം? 3/2 V0 എന്ന് എഴുതാം. ശരിയല്ലേ? പിയും വിയും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ എന്താണ്? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV = nRT. എന്നിൻ്റെ വില 3 മോളാന്ന് പറഞ്ഞിട്ടുണ്ട്. PV = 3RT. സോ നമ്മുടെ റിക്വയർഡ് ടെമ്പറേച്ചർ
മാക്സിമം ആകണമെങ്കിൽ പിയും വിയും ഇപ്പം നമ്മൾ പറഞ്ഞ വാല്യൂസ് ഇട്ട് കൊടുത്താൽ മതി. സോ മാക്സിമം വില 3/2 P0 3/2 V0 ഡിവൈഡഡ് ബൈ 3R എന്ന് വരും. സോ ഇത് 9/4 എന്ന് വരുന്നില്ലേ. സോ 9/4 312R ഇൻറ്റു P0 V0. അവർ പറഞ്ഞത് എന്താണ്, ഇത് ക്യാൻസൽ ചെയ്യാൻ നിങ്ങൾക്ക് 3ഉം 4ഉം വരും. അപ്പോൾ മാക്സിമം ടെമ്പറേച്ചർ 3P0 V0 ബൈ ലാംഡ ആർ ആണ്. 3P0 V0 ബൈ ലാംഡ ആറിൽ ലാംഡ 4 ആണ്. സോ വാല്യൂ ഓഫ് ലാംഡ ഈസ് 4. JEE മെയിൻസിന് ഇത് മുമ്പ് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഡിഫറൻസിയേഷൻ മോഡലാണ് മോസ്റ്റ് ഓഫ് ദ ടീച്ചേഴ്സ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒളിമ്പ്യാഡിന് ഇത് റിപ്പീറ്റ് ചെയ്ത് വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നതുകൊണ്ട് ഈ ഒരു മോഡലും കൂടെ നോക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 19. A column of mercury is in the middle of horizontal tube of uniform cross section closed at both ends. അല്ലേ, ഒരു യൂണിഫോം ക്രോസ് സെക്ഷനിൽ നമ്മൾ ഒരു കോളം ഓഫ് മെർക്കുറി പരിഗണിച്ചു, മിഡിലാണ്. അതുകൊണ്ട് ഞാൻ ഈ മെർക്കുറിയുടെ ഡിസ്റ്റൻസ് എക്സ് എന്നെടുക്കാം, ഇത് വൈ എന്നെടുക്കാം, ഇതും വൈ എന്നെടുക്കാം, കാരണം ഇത് രണ്ടും എയർ പോർഷൻസ് ആണ്. ഓക്കെ, ദ പ്രഷർ ഓഫ് ദ എൻക്ലോസ്ഡ് എയർ കോളം ഓൺ എയ്തർ സൈഡ് ഓഫ് ദ മെർക്കുറി. ഈ മെർക്കുറിയുടെ അപ്പുറവും ഇപ്പുറവുമുള്ള എയ്തർ സൈഡിലുള്ള പ്രഷർ 75 സെൻറ്റിമീറ്റർ ഓഫ് Hg. മെർക്കുറിക് പ്രഷറിലാണ് എഴുതിയിരിക്കുന്നത് 75 സെൻറ്റിമീറ്റർ ഓഫ് Hg എന്ന്. വെൻ ദ ട്യൂബ് ഈസ് പ്ലേസ്ഡ് വെർട്ടിക്കൽ, ദ ലെങ്ത് ഓഫ് എയർ കോളം ബിലോ ദ മെർക്കുറി കോളം ഈസ് 3/5 ഓഫ് ദാറ്റ് ഓഫ് എബോവ് ഇറ്റ്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഇതൊരു ഹൊറിസോണ്ടൽ ട്യൂബിലാണ് നമ്മൾ മെർക്കുറി എന്താണ് ആ ഒരു മെർക്കുറിൻ്റെ പാച്ച് ഇവിടെ നടുക്കിരിക്കുന്നത് കൃത്യം സെൻറ്ററിൽ. നിങ്ങളിതിനെ ടിൽറ്റ് ചെയ്ത് വെർട്ടിക്കൽ മോഷൻ ആക്കുകയാണെങ്കിൽ, പതുക്കെ ടിൽറ്റ് ചെയ്ത് ആക്കുകയാണെങ്കിൽ ഈ താഴെയുള്ളത് മെർക്കുറിയുടെ വെയിറ്റ് കാരണം ഈ ഗ്യാസ് കംപ്രസ് ആകും, ഇത് കുറച്ച് എക്സ്പാൻഡ് ആകും. പക്ഷേ ഈ എക്സ്പാൻഷൻ ആൻഡ് കംപ്രഷൻ ഐസോതെർമലായിട്ട് നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം. വൈ? ഗ്ലാസ് എന്ന് പറയുന്ന സർഫസ് അഡയാബാറ്റിക് അല്ല. ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ സ്ലോ ആയിട്ട് ചെയ്യുന്ന പ്രോസസ്സാണെന്ന് സങ്കല്പിച്ചാൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു പുതിയ ലൊക്കേഷൻ, പുതിയ ഒരു പൊസിഷനിൽ നമുക്ക് എന്തെഴുതാം? മെർക്കുറിയുടെ വലിപ്പം മാറ്റമില്ല, അതിന് കംപ്രഷൻ വലുതായിട്ട് വരില്ല, അത് ലിക്വിഡ് മെറ്റൽ ആയതുകൊണ്ട് എക്സ് എന്ന് തന്നെ അതിൻ്റെ ലെങ്തിനെ എടുക്കാം. ഇതിൻ്റെ ലെങ്തുകൾ പുതിയതായിട്ട് മാറി. ഓക്കെ, ഇതിൻ്റെ ലെങ്തുകൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. എന്താണ് അതിൻ്റെ ലെങ്തുകളിൽ വന്ന മാറ്റം? വെൻ ട്യൂബ് ഈസ് പ്ലേസ്ഡ് വെർട്ടിക്കൽ, ദ ലെങ്ത് ഓഫ് എയർ കോളം ബിലോ ദ മെർക്കുറി കോളം ഈസ് 3/5 ഓഫ് ദാറ്റ് ഓഫ് എബോ. അപ്പോൾ എബോ എന്നുള്ളത് ഞാൻ ഇസഡ് എന്ന് എടുത്തു കഴിഞ്ഞാൽ താഴെയുള്ളത് 3/5 ഓഫ് ഇസഡേ ഉള്ളൂ, പുതിയ ടേംസ് ആണ്. ഇവിടെ വരുന്ന പ്രഷറുകളും മാറും. ഇതെന്താണ്? P1 എന്ന് എഴുതാം, ഇവിടെ വരുന്ന പ്രഷർ P2 എന്ന് എഴുതാം. ശരിയല്ലേ? ഐസോതെർമൽ പ്രോസസ്സിൻ്റെ ഇക്വേഷൻ P ഇൻറ്റു വി ഈസ് എ കോൺസ്റ്റൻ്റ് എന്നുള്ള ഇക്വേഷനാണ്. ഇസ്ൻ്റ് ഇറ്റ്? ഓക്കെ, സോ ഈ വോളിയം ഓഫ് ദിസ് കൈൻഡ് ഓഫ് എ ട്യൂബ്, ഇതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ് നിങ്ങൾ ഈ ഒരു ത്രൂ ഔട്ട് ദ പ്രോസസ്സ്. അപ്പോൾ ഏരിയ ഇൻറ്റു ലെങ്ത് എന്ന് എഴുതാം നമുക്കതിനെ. അതിനകത്ത് ഏരിയ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്ത് എഴുതണ്ട, അത് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ P ഇൻറ്റു പ്രഷർ ഇൻറ്റു ലെങ്ത് ഈസ് കോൺസ്റ്റൻ്റ് എന്ന് നിങ്ങൾക്ക് ഗ്യാസിൻ്റെ കാര്യത്തിൽ എഴുതാം. അപ്പോൾ നിങ്ങൾ ഈ ഫസ്റ്റ് പോർഷൻ പരിഗണിച്ച് നോക്കിക്കുക. ഫസ്റ്റ് പോർഷനിൽ ഇനിഷ്യൽ പ്രഷർ 75 സെൻറ്റിമീറ്റർ ആയിരുന്നു, അതിൻ്റെ ഇനിഷ്യൽ ലെങ്ത് y ആയിരുന്നു, ഈസ് ഈക്വൽ ടു നെക്സ്റ്റ് ഇത് വെർട്ടിക്കലായിട്ട് നിങ്ങൾ മാറ്റുന്ന സമയത്തും ഫസ്റ്റ് പോർഷൻ ഇതേ റെപ്പറ്റീഷൻ ചെയ്യും അല്ലേ. ഈ P ഇൻറ്റു L കോൺസ്റ്റൻ്റ് ആക്കി എഴുതാം. അവിടുത്തെ പ്രഷർ P1 നമുക്ക് അറിയില്ല. ദെൻ ലെങ്ത് എന്താണ്? ഇസഡ് ആണ്. ഈ ഇസഡും വൈയും തമ്മിലുള്ള റിലേഷൻ അറിയാമെങ്കിൽ നമുക്കിത് ഫർദർ പ്രൊസീഡ് ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും. ലെങ്ത് ഓഫ് ദ ടോട്ടൽ ട്യൂബ് കോൺസ്റ്റൻ്റ് അല്ലേ. അപ്പോൾ ഇവിടെ 2y + x എന്ന് പറയുന്ന ലെങ്ത് തന്നെ ആയിരിക്കില്ലേ ഇത് സമ്മപ്പ് ചെയ്യുമ്പം? അതായത് x + z + 3/5 z, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 8/5 z. ശരിയല്ലേ? x ക്യാൻസൽ ചെയ്ത് പോവാം. സോ എന്ത് വരും? ഇത് 4z/5. So 5y is equal to 4z. This is the relation between y and z. അപ്പം 75 into y is equal to pressure P1 into z value is what? 5y/4 എന്ന് നിങ്ങൾക്ക് എഴുതാം, isn't it? So this is actually 15 and y also can be cancelled. So P1 എന്ത് വരും? P1 will be 15 into 4 60. അത് നമ്മൾ 75 മെർക്കുറിക് ലെങ്തിലാണ് പ്രഷർ മെഷർ ചെയ്തതുകൊണ്ട് ഇതും മെർക്കുറിക് ലെങ്തിൽ എഴുതാം. 60 സെൻറ്റിമീറ്റർ ഓഫ് Hg പ്രഷർ P1 നിങ്ങൾക്ക് ഈ P1 പുതിയ പ്രഷർ ടോപ്പ് പോർഷനിലുള്ള പുതിയ പ്രഷർ നിങ്ങൾക്ക് കിട്ടുന്നു 60. ശരിയല്ലേ? ഈ പോയിന്റിലുള്ള പ്രഷർ നിങ്ങൾക്ക് 60 സെൻറ്റിമീറ്റർ ഓഫ് Hg എന്ന് കിട്ടുന്നു. അതേ കണക്ക് P2 കണ്ടുപിടിക്കാമല്ലോ. P2വിൻ്റെ ഇനിഷ്യൽ കാര്യം നോക്കൂ, ഈ ഒരു പോർഷനെ നോക്കൂ. ഇനിഷ്യലി പ്രഷർ 75 സെൻറ്റിമീറ്റർ ഓഫ് Hg ഇൻറ്റു ഇനിഷ്യലി ലെങ്ത് y ഈസ് ഈക്വൽ ടു പുതിയ ലെങ്ത് എന്താണ്? 3/5 ഓഫ് z. ശരിയല്ലേ? ഇൻറ്റു പുതിയ പ്രഷർ എന്താണ്? P2 ആണ്.
ഇസഡിന് പകരം നമുക്ക് വൈയിൽ എഴുതാമല്ലോ. 75 ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു 3/5 ഇൻറ്റു, ഇൻസ്റ്റെഡ് ഓഫ് ഇസഡ് യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 5/4 വൈ ഇൻറ്റു P2. So 5 cancels. This 3 and this thing is 25. So y and y cancels. 25 into 4 is 100. So P2 is nothing but 100 centimeter of Hg. അപ്പോൾ നമ്മുടെ പുതിയ വെർട്ടിക്കൽ സിസ്റ്റത്തിൽ ഈ ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ 60 സെൻറ്റിമീറ്റർ Hg പ്രഷറും ഗ്യാസ് പ്രഷറാണ്. ആ ഒരു ലെങ്ത്തിലുള്ള ഗ്യാസ് പ്രഷർ വേരിയേഷൻ എടുക്കണ്ട. ഈ ബോട്ടം മോസ്റ്റ് പോയിന്റിലുള്ള ഗ്യാസ് പ്രഷർ വേരിയേഷൻ ഈസ് 100 100 സെൻറ്റിമീറ്റർ ഓഫ് Hgയുമാണ്. സോ 60 ടോപ്പിൽ താഴെ 100. അപ്പം എത്ര ഹൈറ്റിൻ്റെ വ്യത്യാസമുണ്ട്? 40 സെൻറ്റിമീറ്റർ ഓഫ് Hgയുടെ വ്യത്യാസമാണ് ആ കോളം ഉണ്ടാക്കിയത്. കോളം ഇറ്റ്സെൽഫ് ഈസ് Hg കോളം 40 സെൻറ്റിമീറ്റർ Hgയുടെ വ്യത്യാസം ഉണ്ടാക്കുകയാണെങ്കിൽ ആ കോളം ലെങ്ത് 40 സെൻറ്റിമീറ്റർ അല്ലേ? സോ ദേ ആർ ആസ്കിങ് ലെങ്ത് ഓഫ് മെർക്കുറി കോളം 10 n സെൻറ്റിമീറ്റർ. ഉത്തരം 40 ആണ്. 10 ഇൻറ്റു n വാല്യൂ 4 ആണ്. സോ ഇൻറ്റിജർ വാല്യൂ ഈസ് 4. This is the answer. Okay. Question number 20, the last question. A small ball of mass M2 rests on top of the bigger ball of mass M1, and M1 is very larger than M2 എന്ന് തന്നിട്ടുണ്ട്. The center of bigger ball is at a height of 3r above the ground as shown. Center of bigger ball 3r ഹൈറ്റിലാകാൻ കാരണം ഈ ഒരു റേഡിയസ് r ഉണ്ട്, പിന്നെ ഓൾറെഡി ഒരു 2r ഹൈറ്റിലാണ്. The balls are dropped from this situation if the small ball bounds to a height 4 nr from the ground after its first collision with the bigger ball. അല്ലേ, ഈ ഒരു എൻറ്റയർ സിസ്റ്റം നിങ്ങൾ താഴോട്ട് റിലീസ് ചെയ്താൽ ഈ ബിഗ്ഗർ ബോൾ വന്ന് താഴെ കൊളൈഡ് ചെയ്യും. അതിനെ തുടർന്ന് സ്മോൾ ബോൾ അതിൻ്റെ മുകളിൽ തന്നെ ഉണ്ട്, അതിലും ആ കൊളിഷൻ ഇമ്പാക്റ്റ് വരും. ഇതിനെ തുടർന്ന് ആ മുകളിലിരിക്കുന്ന ചെറിയ ബോൾ കുതിച്ചുയരും. അത് ഉയരുന്ന ഹൈറ്റ് 4 nr ആണ്. എവിടെ നിന്നാണ്? ഗ്രൗണ്ടിൽ നിന്ന് 4 nr ആണ്. ടോട്ടലി നമ്മുടെ ആ ചെറിയ ബോൾ കുതിച്ചുയരുന്ന ഹൈറ്റ് എങ്കിൽ ആ എന്നിൻ്റെ വില എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അസ്യൂം ഓൾ കൊളിഷൻസ് ആർ ഇലാസ്റ്റിക് കൊളിഷൻ ആണെന്ന് എല്ലാം അസ്യൂം ചെയ്യുക. ഈസി ആയിട്ട് നിങ്ങൾക്കിത് ചെയ്യാം, ശ്രദ്ധിച്ച് നോക്കുക. ഈ പറയുന്ന സെൻറ്റർ താഴെ വരണമെങ്കിൽ ഈ പറയുന്ന പോയിൻ്റ് എത്ര താഴെ വരുന്നു അത്രയും ഡിസ്റ്റൻസ് എല്ലാവരും വരും. അപ്പം എത്ര ഡിസ്റ്റൻസ് വരുന്നുണ്ട്? ഈ പോയിൻ്റ് 2r വന്നാലേ ഇവിടെ ടച്ചിങ് നടക്കത്തുള്ളൂ. അപ്പോൾ സെൻറ്ററും 2r വരും. ഇതുമായിട്ട് കോൺടാക്ട് ചെയ്തിരിക്കുന്നവരെല്ലാവരും 2r വരും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഈ വലിയ ബോള് നമ്മുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കുക. വലിയ ബോള് താഴെ വന്ന് ഇടിക്കുന്ന വെലോസിറ്റി 2r ഡിസ്റ്റൻസ് താഴെ വന്നാൽ എത്ര വെലോസിറ്റി അറ്റൈൻ ചെയ്യും? √2gh ആണ് വെലോസിറ്റി ബൈ ഫ്രീ ഫോളിങ്. √2g ഇൻറ്റു എച്ചിൻ്റെ വില 2r ഇട്ട് കൊടുത്താൽ √4gr വന്ന് ഇത് ഹിറ്റ് ചെയ്യും. ഇത് ഹിറ്റ് ചെയ്യുന്ന ആ ഇൻസ്റ്റൻറ്റിൽ തന്നെ ഇത് എർത്ത് എന്താണ്? ബിഗ്ഗർ മാസ് ആയതുകൊണ്ട് നമ്മുടെ ഇലാസ്റ്റിക് കൊളിഷനും ആയതുകൊണ്ട് √4gr തിരിച്ചു പോകാനുള്ള പ്രവണത കാണിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രവണത എത്രയാണ്? √4gr. അപ്പം ഇതിൻ്റെ മുകളിൽ ഈ √4gr ജസ്റ്റ് അത് ആ ഇൻസ്റ്റൻറ്റിൽ തന്നെ കിട്ടുമ്പം ഇത് വളരെ ഫാസ്റ്റ് പ്രോസസ്സാണ്, ഇമ്പൾസ് പ്രോസസ്സാണ്, ഇമ്പൾസ് റിയാക്ഷൻസ് ആണ്. നമ്മുടെ ആ ചെറിയ ബോളില്ലേ, ആ ചെറിയ ബോളും എന്താണ് 2r ഡിസ്റ്റൻസ് ആണ് താഴെ വരുന്നത്. ഞാൻ അവിടെ കോൺടാക്റ്റ് കാണിച്ചിട്ടില്ല, കുറച്ച് മനസ്സിലാകാൻ വേണ്ടി മാറ്റി വരച്ചിട്ടുണ്ട്. ഈ ചെറിയ ബോളും എത്ര വെലോസിറ്റി അക്വയർ ചെയ്യും? അത് അക്വയർ ചെയ്യുന്നതും √4gr അല്ലേ, ബിക്കോസ് ഇറ്റ് ഈസ് ഓൾസോ ഫോളിങ് ബൈ എ ഡിസ്റ്റൻസ് ഓഫ് 2r. അപ്പോൾ ഇവിടെ കൊളിഷൻ നടക്കുന്നത് √4gr താഴെ വരുന്നൊരു ഹെവി ബോളും √4gr മുകളിൽ നിന്ന് വരുന്നൊരു സ്മോൾ ബോളും. അത് ആക്ച്വലി ആ ഒരു കോൺടാക്റ്റ് ഇനിഷ്യലി ഉള്ളതുപോലെ തോന്നും. ഇറ്റ്സ് നോട്ട് എ വെരി മച്ച് ഗ്യാപ്പ് ദെയർ. ഇത് രണ്ടുപേരും കൊളൈഡ് ചെയ്യുമ്പം ഈ ചെറിയ ബോൾ തെറിച്ചു പോകും. ശരിയല്ലേ? അത് എത്ര വെലോസിറ്റി എന്ന് പറയണം. അപ്പം നിങ്ങൾക്ക് ഒന്നുകിൽ ഇത് ലോജിക്സ് വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാം. തൽക്കാലം ഞാനിവിടെ കറക്റ്റായിട്ടുള്ള സ്റ്റെപ്പിൽ തന്നെ പറയാം. കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾ എഴുതുക. അപ്പോൾ ഇത് തിരിച്ചു പോകുന്ന വെലോസിറ്റി ബോൾ ആഫ്റ്റർ കൊളിഷന് ശേഷം നിങ്ങൾക്കറിയാം ബിഗ്ഗർ ബോളാണ്. M1 വളരെ വലുതാണ്, M2 വളരെ ചെറുതാണ്. വളരെ വലുതായതുകൊണ്ട് തന്നെ അതിൻ്റെ വെലോസിറ്റിക്ക് മാറ്റം കാണത്തില്ല. ആഫ്റ്റർ കൊളിഷനും √4gr തന്നെയായിരിക്കും. ചെറുത് തിരിച്ചു പോകുന്നത് x വെലോസിറ്റിയിലായിരിക്കും. സോ കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ഇക്വേഷൻ എന്താ പറയുന്നത്? ഈ വരുന്ന ഫൈനൽ വാല്യൂ അല്ലേ, ഫൈനലി x വലുതായിരിക്കണം, എന്നാലേ അത് ദൂരോട്ട് പോകത്തുള്ളൂ. x മൈനസ് √4gr എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ E ഇൻറ്റു ദ വെലോസിറ്റി ഓഫ് അപ്രോച്ച് ആണ്. E ഈസ് ദ റേഷ്യോ ഓഫ് സെപ്പറേഷൻ വെലോസിറ്റി, റിലേറ്റീവ് സെപ്പറേഷൻ ബൈ റിലേറ്റീവ് അപ്രോച്ച്. ഞാനത് ഡയറക്റ്റ് ഇക്വേഷൻ ഫോമാറ്റിൽ എഴുതുന്നതേ ഉള്ളൂ. E ഇൻറ്റു ഇതെന്താണ്? x മൈനസ് √4gr ഈസ് relative velocity of separation is equal to E into relative velocity of approach. 4√4gr ഇതും √4gr, അപ്പോൾ 2 times of √4gr വരുന്നു. ശരിയല്ലേ?
ഇയുടെ വില 1 ആണ് ഇലാസ്റ്റിക് ആയതുകൊണ്ട്. സോ എക്സ് ഈസ് ഈക്വൽ ടു നത്തിങ് ബട്ട് √4GRും ഇതും ആകുമ്പോൾ എത്ര ആയി? 3√4GR എന്ന് വരും. √4 2 ആയിട്ട് എഴുതുമ്പോൾ ഇത് 6√GR എന്ന് വരും. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. അപ്പം നമ്മളുടെ മുകളിലുള്ള ചെറിയ ബോൾ ബൗൺസ് ചെയ്ത മുകളിലോട്ട് പോകുന്ന ആ ഒരു വെലോസിറ്റി എന്ന് പറയുന്നത് √6GR ആണ്. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പറയുന്ന ബോർഡ് അല്ലേ, ഇതിൻ്റെ സെൻറ്റർ, ഈ ബോള് ഗ്രൗണ്ടിൽ നിന്ന് എത്ര ഹൈറ്റിൽ പോകുന്നു എന്നാണ് ചോദിക്കുന്നത്, ശരിയല്ലേ? അപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് എത്ര ഹൈറ്റിലായിരിക്കും ഇത് പോകുന്നതെന്ന് കണ്ടുപിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെൻ ദിസ് ഇസ് കമ്മിങ് ഹിയർ, ഈ സെൻറ്റർ പോർഷൻ എത്ര ഡിസ്റ്റൻസ് വരുന്നുണ്ട് താഴെ? 3R എബോവ് ആണ്. സെൻറ്റർ 2R വന്ന് വീഴുകയാണെങ്കിൽ സെൻറ്റർ 2R താഴെ വരുന്നുണ്ട്, ഈ പോയിൻറ്റും 2R താഴെ വരുന്നുണ്ട്. സോ when this point is coming down, ശരിയല്ലേ, ഇതിൻ്റെ സെൻറ്റർ പോർഷനും ഈ പറയുന്ന പോയിന്റിലായിരിക്കും വരുന്നത്. സോ ഈ ലെവലിൽ നിന്ന് ഇതിന് കിട്ടുന്ന നമ്മുടെ ചെറിയ ബോളിന് മുകളിലോട്ട് കിട്ടുന്ന വെലോസിറ്റി 6√GR ആണ്. ഏതെങ്കിലും ഒരു സംഭവം യുവിൽ മുകളിലോട്ട് ത്രോ ചെയ്താൽ അത് എത്ര ഹൈറ്റ് മുകളിലോട്ട് പോകും? എത്ര ഹൈറ്റ് മുകളിലോട്ട് പോകും? ഇറ്റ് വിൽ ഗോ അപ്പ് എ ഹൈറ്റ് ഓഫ് u²/2g എന്ന് പഠിച്ചിട്ടില്ലേ? u² എന്താണ്? 6√GRൻ്റെ സ്ക്വയർ, അത് 36GR ആണ് ബൈ g, ശരിയല്ലേ? സോ u²/2g, സോ എന്ത് വരും? 18R ആണ്. ഓൾറെഡി ഒരു 2R ഉണ്ട്, ബിക്കോസ് ഗ്രൗണ്ടിൽ നിന്നാണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത്. നമുക്ക് ഈ ലെവലിൽ നിന്നാണ് ഇവൻ മുകളിലോട്ട് പോകുന്നതാണ് ഈ പറയുന്ന 18R കിട്ടിയത്. അപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് മൊത്തത്തിൽ 18R + 2R, 20R ഹൈറ്റ് ഫ്രം ഗ്രൗണ്ട് ഉണ്ട്, h ഫ്രം ഗ്രൗണ്ട് അല്ലേ, 20R ഉണ്ട്. ദിസ് ഇസ് ദ മാക്സിമം ഹൈറ്റ് ഗോൺ ബൈ, മാക്സിമം ഹൈറ്റ് ഫെച്ച്ഡ് ബൈ ദ സ്മോൾ ബോൾ. അത് 4 ടൈംസ് ഓഫ് NR എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് 4 ടൈംസ് ഓഫ് NRുമായിട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 6ഉം 6ഉം ക്യാൻസൽ ചെയ്യും. എന്നിൻ്റെ വില നത്തിങ് ബട്ട് 5. സോ ഇൻറ്റിജർ ക്വസ്റ്റ്യൻ്റെ ഈ ഒരു ആൻസർ 5 എന്ന് വരും. അപ്പോൾ നല്ലതുപോലെ മനസ്സിലാക്കി കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ JEE മെയിൻസിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ ലെവലുകൾ ഇതിനകത്തുണ്ട്. ക്ലബ് ചെയ്ത് വരുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു 10-40%, 50%-ലധികം അല്ലെങ്കിൽ 50% വരെയെങ്കിലും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായും നല്ലൊരു IIT ഉറപ്പാക്കാം. ഓക്കെ, സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. സോ നെക്സ്റ്റ് നമുക്ക് കെമിസ്ട്രി ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, കെമിസ്ട്രി ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യും. എക്സാമിൻ്റെ ആ ഒരു അഡ്വാൻസ് പേപ്പർ ഇപ്പോൾ എല്ലാവരും എടുത്ത് റെഡി ആയിട്ടിരിക്കുകയാണ്. താങ്ക് യു.